നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജൂൺ 2024. സിലബസ് ഏതാണ്? 2022 തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാണ് താഴെ പറയുന്നത് ഫോൾസ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? വായിച്ചോ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് യൂസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അല്ലേ? കോസ്റ്റിംഗിന്റെ ടെക്നിക്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഉപയോഗിക്കും. നമുക്കറിയാം കോസ്റ്റിംഗിന്റെ എക്സ്റ്റൻഷൻ ആണ് ഇത് മാനേജ്മെന്റ്. അടുത്ത ബി എന്താ പറയുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ട് ഈസ് മോസ്റ്റ്ലി ഹിസ്റ്റോറിക്കൽ ഇൻ ഇറ്റ്സ് അപ്രോച്ച് ആൻഡ് ഈസ് പ്രൊജക്ട് ഇൻ പാസ്റ്റ്. ആണോ? ഹിസ്റ്റോറിക്കൽ അല്ലല്ലോ, ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ? ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കും, എന്നിട്ട് ഫ്യൂച്ചറിന്റെ പ്രഡിക്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും ഫോൾസ്? കോസ്റ്റ് അക്കൗണ്ടിങ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് വിത്തൗട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. പറ്റും? പറ്റില്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട് ഒരു സ്ഥലത്ത്, ഏതില്ല? മാനേജ്മെന്റ് ഇല്ല. അതുണ്ടാവും, പക്ഷെ നേരെ തിരിച്ചൊരിക്കലും ഉണ്ടാവില്ല. ഏതുണ്ടാവും? മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോസ്റ്റിംഗ് ഇല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? മാനേജ്മെന്റ് ട്രൂ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് വിത്ത് വെൽത്ത് മാക്സിമൈസേഷൻ. ശരി തന്നെയല്ലേ? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതിന്റെ അപ്പുറത്തേക്ക് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തതാ അക്കോർഡിംഗ് ടു ഡ്യൂപോൺ മെത്തഡോളജി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? ഈ ROE എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഏതാണ്? മാർജിൻ ഇൻടു അസറ്റ് യൂസേജിന് നമ്മൾ എന്ത് പറയും? അസറ്റ് ടേൺ ഓവർ ഇൻടു ഏതാണ്? ഫിനാൻഷ്യൽ ലിവറേജ്. ഇങ്ങനെ കണ്ടാലാണ് നമുക്ക് ഏത് കിട്ടുക? ROE കിട്ടുക. അപ്പോൾ ഇതിൽ ഏതാണ്? എല്ലാ ഓൾ ഓഫ് ദ എബോവ്. അടുത്തത് which of the following responsibility center is an organizational unit whose manager is responsible for managing revenue and ഏതാണ്? current expense. അഥവാ റവന്യൂ, സെയിൽസും പിന്നെ ഏതാണ്? എക്സ്പെൻസും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? പ്രോഫിറ്റ് സെന്റർ ആയിരിക്കും. സംശയമില്ലല്ലോ? ഇൻവെസ്റ്റ്മെന്റ് സെന്ററിന്റെ പർപ്പസ് എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക. റവന്യൂ സെന്ററിന്റെ പർപ്പസ് എന്താ? മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്. ഓക്കെ, പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്തിട്ട് സെയിൽ ചെയ്യും. ഓക്കെ, അടുത്ത പ്രോഫിറ്റ് സെന്ററിന്റെ പരിപാടി എന്താ? സെയിൽസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. കോസ്റ്റ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യിപ്പിക്കണം. ഇറ്റ്സ് നോട്ട് ഫെയർ. അടുത്തതാ കോസ്റ്റ് എക്സ്പെൻസ് സെന്റർ ഏത് മാത്രമാണ്? കോസ്റ്റ് എന്ത് ചെയ്യാൻ? റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ലാപ്ലേസ് ക്രൈറ്റീരിയ അല്ലേ? കേട്ടില്ലേ? is the feature of the which of the following? Laplace ഏതിന്റെ അതിന്റെ ഓഫ് ദ ഫോളോ ഏതിന്റെ ഫീച്ചർ ആണ്? ഡിറ്റർമിനിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഏതാണ്? സെർട്ടൈനിറ്റി. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ഏതാണ്? ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി. ആ ഹെഡിങ്ങിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ 4 മെത്തേഡും പഠിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഏതൊക്കെയായിരുന്നു 4 മെത്തേഡുകൾ? വെറുതെ എഴുതി വെക്കാം. ഏതൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റിയുടെ 4 മെത്തേഡുകൾ. ഒന്ന് ഏത് തന്നെയാണ്? ലാപ്ലേസൺ. നിഹാൽ പറയും. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര തരുമോ? ഇപ്പത്തെ എണ്ണാണ്. എങ്ങനത്തെ സാധനം മേടിച്ചുള്ളത്? ഒന്ന് ഫോട്ടോ എടുത്തന്നെ. 5 കിലോനൊക്കെ 110 രൂപ, 700 സംതിങ് ഒക്കെ. എന്താ ലാപ്ലേസ് മറ്റു മെത്തേഡുകളാണ്. എടാ ഇതിപ്പോൾ എത്ര കിലോനാണ് വരുന്നു പറഞ്ഞ്? 5 കിലോനാ?
ഇത്ര വരുമോ? എന്നാൽ മറ്റേ സാധനം മേടിച്ചു നോക്ക്. അന്നെ എടുത്തോ. ശരി, ഓക്കെ. 5 കിലോനൊക്കെ വരുമോ? 110 ഉണ്ടാവല്ലേ? നിഹാല് ഒന്ന് വൈകുന്നേരം ചായ നോക്കളെ. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഏതാണ്? അൺസർട്ടനിറ്റി. ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം ഒന്ന് എഴുതി വെച്ചാൽ ഇങ്ങന്മാരെ. ഇനി അതാ പെസിമിസം അല്ലേ? പെസിമിസം. പിന്നെ ഒരു സാധനം ഏതാ? മിനിമാക്സ് റിഗ്രറ്റ്. പിന്നെ ഇന്നലെ പഠിച്ചത് റിയലിസം എന്നൊക്കെ പറയും. ഹർവിക്സ് ഇതല്ലേ സ്പെല്ലിങ്? ഹർവിക്സ് അല്ലെങ്കിൽ റിയലിസം. ഇങ്ങനെ 5 ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 5 മതി. 5 നോക്കൂ. 5 എന്താ? ഡിവിഷൻ. ടോട്ടൽ അസറ്റ് 12 ലക്ഷം, ഓപ്പറേറ്റിംഗ് 3 ലക്ഷം, ഡിവിഷൻ റിസ്യൂജൽ ഇൻകം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റിസ്യൂജൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എടുക്കുക, എന്നിട്ട് മൈനസ് ഏതാണ്? അസറ്റിൻ്റെ എത്ര കണ്ടാൽ മതി? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എത്രയാ? 12 ലക്ഷം 3 ലക്ഷം മൈനസ് 12 ലക്ഷം ഇൻറ്റു 15%. 1,80,000 മൈനസ് 3 ലക്ഷം ഈസ് ഈക്വൽ ടു 1,20,000 ആൻസർ വരിക. ഏതാണ് ആൻസർ? സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ലേണിംഗ് റേറ്റുമായി ബന്ധപ്പെട്ട ആൻ എംപ്ലോയി, ശ്രദ്ധിക്കും, ആൻ എംപ്ലോയി ഓഫ് ഡോക്സിൻ ലിമിറ്റഡ് ടേക്സ് എത്ര ഹവേഴ്സ് എടുക്കുന്നുണ്ട്? 5 hours ടു കംപ്ലീറ്റ് ഫസ്റ്റ് ജോബ്. അഥവാ എ എന്ന് പറയുമ്പോൾ അല്ലേ 5 hours. ഓക്കെ, പിന്നെ യൂണിറ്റ് ഓഫ് അസംബ്ലി യൂസിങ് എത്രയാണ്? 80% ഓഫ് ഇൻക്രിമെൻ്റൽ യൂണിറ്റ് ടൈം ലേണിംഗ് മോഡലാണ്. ടൈം ടു ടേക്കൺ ടു കംപ്ലീറ്റ് ദ സെക്കൻഡ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിന് എത്രയാ? 5 hours. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ ആവറേജ് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്? തെറ്റരുത്. സെക്കൻഡിലുള്ള ആവറേജ് ആണ് 5ൻ്റെ 80% കണ്ടാൽ കിട്ടുക. എത്ര കിട്ടും? 4. മനസ്സിലായ? 4 ആൻസർ പറഞ്ഞിട്ട് എ ഇട്ടാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. കാരണം ചോദ്യം കൃത്യമാണ്. എന്താ? സെക്കൻഡ് ജോബിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 4 എങ്ങനെ കിട്ടി? ഫസ്റ്റിനുള്ള സമയം അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം. 5 പ്ലസ് സെക്കൻഡിലുള്ള സമയം അറിയില്ല. അപ്പോൾ എക്സ് ഇടുന്നു. ഡിവൈഡഡ് ബൈ ഏതാണ്? 2. അങ്ങനെ വന്നതാണ് ഇത് 4. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ചെയ്യാം? 4 8 5 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2 × 4 8. എക്സ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 5 ഈസ് ഈക്വൽ ടു എത്ര? 3 ആണ് ആൻസർ. ഇനി പ്രൂഫ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 അടിച്ച് എത്ര വരും? 4 വരും. ഓക്കെ അല്ലേ? ചെയ്തു. ഓക്കെ, അടുത്തേതാ?
ആക്ച്വൽ ഔട്ട്പുട്ട് കാണാനാണ്. എന്താ തന്നുള്ളത്? വോളിയം വേരിയൻസ് തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റിൽ ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട്, വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് കാണാൻ 1 - ഏതാണ് 3 ആണ് അല്ലേ? വോളിയം ഓർമ്മല്ലേ? ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ്, പിന്നെ എക്സ്പെൻഡിച്ചർ, പിന്നെയാണ് ഇത് വോളിയം. അത് നമുക്ക് തന്നിട്ടുണ്ട്. 4000 അഡ്വേഴ്സ് ആണ്, മൈനസ് ഫിഗർ ആണ്. ഈസ് ഈക്വൽ ടു ഒന്നെന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അതിൻ്റെ വല്ല ഇൻഫർമേഷൻ അറിയോ? ഇല്ല. ഇതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഗുണം ചെയ്യും. ഏതാ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. കാരണം ഇവിടെ കാണാൻ പറഞ്ഞുള്ളത് ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. അതിൻ്റെ മുകളിൽ വേണം കാണാൻ. ഓക്കെ, അല്ലെങ്കിൽ അപ്പുറത്തും പോയാൽ പറ്റും. നോക്കാം. ലെറ്റ് സി. 1 ആണിത്. 3 ഏതാ? 3 ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് അല്ലേ? യെസ്. അപ്പോൾ തന്നെ പറ്റുള്ളൂ. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് അറിയാലോ, എത്രയാ? 80,000. അപ്പോൾ ഇങ്ങനെ അടിയിൽ എഴുതുമ്പോൾ 4000 ഈസ് ഈക്വൽ ടു 1 എഴുതട്ടെ, കുഴപ്പമില്ലല്ലോ. മൈനസ് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാ? 80,000. അപ്പോൾ 1 ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടി. എത്രയാ? 80,000 നിന്നും എന്ത് ചെയ്യണം? 4000 കുറയ്ക്കണം അല്ലേ? ഇത് മൈനസ് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര? 4000 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 76,000. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കൂടെ? 1 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ? മൈനസ് പോരെ അവിടെ. ഓക്കെ, ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. എത്ര വരും? ഈസ് ഈക്വൽ ടു 76,000. നിങ്ങൾക്ക് ഇതിൽ അറിയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് അറിയണ്ടോ അല്ലേ? അറിയോ? കണ്ടെത്താലോ സ്റ്റാൻഡേർഡ് റേറ്റ് കണ്ടെത്തൂ. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് എന്താ? ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. ഒന്നും പറയണ്ട കേട്ടോ, അങ്ങനെ ഇരുന്നോ. 80,000 ഡിവൈഡ് ബൈ എത്രയാ? 40. യെസ്, ഔട്ട്പുട്ട് എത്ര? 40,000. അപ്പോൾ എത്ര വരും? 2 വരും അല്ലേ? ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു 2 അടിച്ചാലാണ് ഇത് കിട്ടുക? 76,000 കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എങ്ങനെ കാണാം? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എത്രയാ? ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 76,000 ഡിവൈഡ് ബൈ എത്രയാ? 2. അപ്പോൾ എത്ര വരും? 38,000. ഇതിൽ 38,000 ഇല്ലല്ലോ. സോറി എട്ടക്കരായി. 38,000 കാണാനില്ല. ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായി 2 മാർക്ക് വേഗം എടുക്കണം. പിന്നെ ഉപയോഗിക്കുന്ന നമ്മളൊന്നും ഹോസ്പിറ്റലിൽ ഉണ്ടല്ലേ അല്ലേ? കുട്ടീനൊക്കെ ഉണ്ട്. അടുത്ത തരാം. മാക്സിമാക്സ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാനാ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒരു സാധനം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ തലയിരിക്കും. സാധാരണ നമ്മൾ പറയുന്നതിൻ്റെ ഉൾട്ടായിട്ടാണ് എന്ത് ചെയ്തുള്ളത്? അതിൻ്റെ ഇടയിൽ ഉണ്ടോ മുകളിൽ? സോറി, അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഒരാൾക്കും കിട്ടാതിരിക്കില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
80% കപ്പാസിറ്റിയിലെ ടോട്ടൽ കോസ്റ്റ് കാണാനാണ് പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനാണ് പറഞ്ഞു. അപ്പം എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും? ഫസ്റ്റ് ഏത് തന്നിട്ടുണ്ട്? 60% കപ്പാസിറ്റി 600 യൂണിറ്റിലുള്ള കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് സ്ട്രക്ചർ 60% ലെവൽ ഓഫ് ദ ആക്ടിവിറ്റി ഈസ് ഏതാണ്? മെറ്റീരിയൽ എത്രയാണ്? 50. അപ്പോൾ സിമ്പിൾ അല്ലേ? മെറ്റീരിയൽ എത്ര എഴുതിയാൽ മതി? പെർ യൂണിറ്റ് 50 തന്നെയല്ലേ വരാം. ലേബർ എത്ര തന്നെ വരാം? 25 വരും. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വരും? 5 വരും. അതിലൊന്നും കുഴപ്പമില്ല. ഇനി ഫാക്ടറി ഓവർഹെഡ് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. 20,000. ഓക്കെ അല്ലേ? ടോട്ടൽ കോസ്റ്റാണ് പറഞ്ഞത്. 20,000 എന്താക്കണം? 2 ആക്കണം. ഓക്കെ, ഒന്ന് 60% ഏതാക്കണം? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എത്ര വരും? 60% 12,000 ഡിവൈഡഡ് ബൈ ഇത് എത്ര യൂണിറ്റിനാണ്? 12,000 600 ഡിവൈഡ് ബൈ 600 അടിച്ചാൽ എത്ര വരും? 20 വരും. സെറ്റ്. ഓക്കെ, ഇതിൻ്റെ ഫിക്സ്ഡ് പോർഷൻ കണ്ടേ? എത്ര ഫിക്സ്ഡ് കോസ്റ്റ് വരാം? 8,000. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെ ഞങ്ങൾ 600 അടിക്കരുത്. 8,000 600 ഉണ്ടാക്കുമ്പോഴുള്ള ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരിക? 8,000 ഡിവൈഡഡ് ബൈ 600 13 റുപ്യ. എപ്പോൾ? 600 ഉണ്ടാക്കുമ്പോൾ. ഓക്കെ ആണോ? ഫിക്സഡ് ആകുമ്പോഴും ഇവിടെ എത്ര വരുന്നുള്ളൂ? 8,000 വരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന യൂണിറ്റ് എത്രയാണ്? 8,000 ഡിവൈഡ് ബൈ 800 അപ്പോൾ എത്ര വരും? 10 വരും. ഓക്കെ, അടുത്ത ഏതാ പറഞ്ഞത്? കഴിഞ്ഞില്ലേ? അഡ്മിനിസ്ട്രേഷനുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ്റെ 15,000-ൽ 60% എത്രയാണ്? ഫിക്സഡാണ്. അപ്പോൾ ഫിക്സഡ് ആദ്യം എഴുതട്ടെ. 15,000-ൻ്റെ 60% എടുക്കുക. 9,000 ഡിവൈഡഡ് ബൈ എത്ര അടിക്കണം? 800. എത്ര വരും? 11.25. ഇനി അതിൽ വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 15,000-ൻ്റെ 40% കണ്ട 6,000. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റിൻ്റെ? 600. 10 പ്ലസ് 11.25 പ്ലസ് എഗെയിൻ 10 ഉണ്ട്, പിന്നെ 20 ഉണ്ട്, 5 ഉണ്ട്, 25 ഉണ്ട്, 50 ഉണ്ട്, 131.25. ആൻസർ ബി ആയിരിക്കും. ചായ ആയിട്ട് ഞാൻ ഒരു തരുണ്ടാവില്ലേ? പറഞ്ഞില്ലേ? ഒന്ന് അറിയിച്ചാളെ. സിന ഒന്ന് പോയി പറഞ്ഞു. കടി എത്തിയിട്ടുണ്ട്, ചായ എങ്കിൽ കൊണ്ടുതരും. റിക്വസ്റ്റ് ആട്ടാ. ഓക്കെ, കഴിഞ്ഞല്ലേ? ഒന്ന് റിക്വസ്റ്റ് തന്നെ അറിയുള്ളൂ. മക്കളടുത്ത് നമ്മുടെ മുന്നിൽ 3 പ്രൊഡക്റ്റ് ഉണ്ട്. PQR. ഏതൊക്കെ പ്രൊഡക്റ്റ് ഉള്ളത്? PQR. പ്ലീസ് പേ ഓഫ് താഴെ 3 പോസിബിൾ സെനാരിയോ വന്നിട്ടുണ്ട്. കണ്ടാ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ടേബിൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സ് അപ്ലൈ ചെയ്യുക. പക്ഷെ അത് ചെയ്യരുത്. നമ്മുടെ ഇത് ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് അല്ലേ? ഏത് പ്രൊഡക്റ്റാണ് ചൂസൺ ബൈ ദ കമ്പനി. അപ്പോൾ ഒന്നിരിക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? PQR ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് സെനാരിയോസ് എന്ത് ചെയ്യുക? A1, A2, A3 പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുക. ഇടണോ? ഇങ്ങനെ ഇടണ? അങ്ങനെ ഇടണ്ട. ഞാൻ ചോദിക്കട്ടെ? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പി ആണെങ്കിൽ നമ്മൾ ഇതിലെ മാക്സ് വാല്യൂ ഇല്ലേ? ഇതിന് 2 സ്റ്റെപ്പാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 ഏതാ? മാക്സിമം കാണും. സ്റ്റെപ്പ് 2 ഏതാ? സ്റ്റെപ്പ് 2 മാക്സിമം ഓഫ് ഏതാണ്? മാക്സിമം. ഇതാണ് സ്റ്റെപ്പുകൾ. മാക്സിമം പറഞ്ഞാൽ പി 40, 80, 100. ഇതിലെ മാക്സിമം വാല്യൂ ഏതാണ്? 100. ക്യൂവിൽ 80, 100 മാക്സിമം വാല്യൂ ഏതാ? 100. ആറിൽ മാക്സിമം വാല്യൂ ഏതാ? 150. അപ്പോൾ മാക്സിമം വാല്യൂ ഓരോന്നിൻ്റെ കണ്ടെത്ര? 100, 100, 150. ഇനി അടുത്ത് മാക്സിമം ഓഫ് മാക്സിമം ഏതാ? ഈ 3 മാക്സിമം 150. അപ്പോൾ ഏത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്? 6 സെലക്ട് ചെയ്യണം. സി ആണ് ആൻസർ.
ഇത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ സാധാരണ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടല്ലേ ഇടാറ്. അപ്പോൾ ചിലവർ ഇങ്ങനെ പോകും പറയാം A1 എന്ന് പറഞ്ഞിട്ട് 40, 80, 20 വിച്ചോറീസ് 60, 80 എടുത്തിട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ക്ലാസ്സിൽ ചെയ്യുമ്പോഴേ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ്, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാക്സ് വാല്യൂ കാണേണ്ടത്. ഓക്കെ. എന്താ dash is defined as a budget continuously updated by adding a further accounting period when earlier accounting period has expired. റോളിംഗ് ബഡ്ജറ്റാ. റോളിംഗ് പറഞ്ഞാൽ ഓരോ വർഷത്തെ ബഡ്ജറ്റ് എടുത്തിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് കൊണ്ടുപോകാം. റോളിംഗ് ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ. ബഡ്ജറ്റ് that is revised regularly. അടുത്തത് നിങ്ങൾക്ക് അറിയും, ഞാൻ പറയണ്ട. ക്വസ്റ്റ്യൻ വായിച്ചാലേ അറിയുള്ളൂ. ഏതാ? അബ്സോർപ്ഷൻ ക്വസ്റ്റ്യൻ. ഫിക്സഡും വേരിയബിളും ഇൻവെൻട്രി വാല്യുവേഷന് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂം എടുക്കുന്നത് ഏതാണ്? അബ്സോർപ്ഷൻ. മാർജിനിൽ ഓൺലി ഏത് മാത്രമേ എടുക്കുള്ളൂ? വേരിയബിൾ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിക്സഡ് ഓവർഹെഡ് എത്രയെന്ന് കണ്ടെത്താൻ. സിമ്പിൾ അല്ലേ? സോൾഡ് എത്ര യൂണിറ്റാ? 200 യൂണിറ്റ്. ആൻഡ് എത്രയാ? 300 യൂണിറ്റ്. മനസ്സിലായിണ്ടാവും അല്ലേ? ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു, പറയൂ, ചേഞ്ച് ഇൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ബേസ്. ചേഞ്ച് ഇൻ ഓവർ ഹെഡ് എത്രയാ? 12,000 മൈനസ് 10,000, അപ്പോൾ എത്ര വരും? 2,000 ഡിവൈഡഡ് ബൈ 200. 300 മൈനസ് 200 എത്ര വരും? 100. എത്ര വരും? 2 അല്ലേ? അല്ലടാ, സോറി, 20 അല്ലേ? ഓക്കെ. ₹20 പെർ യൂണിറ്റ് വരും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഏതാ? ഒരു എക്സാമ്പിൾ എടുക്കുക. 10,000 എടുത്താൽ അതിൽ ഏതാ? 2024 അല്ലേ? അതിൻ്റെ വാരിയബിൾ കോസ്റ്റ് എത്ര വരും? 20 ഇൻറ്റു എത്രയാ? 200 എത്ര വരും? 4,000. 4,000 വാരിയബിൾ പോയാൽ 6,000 ആയിരിക്കും എന്ത് വരാം? ഫിക്സഡ് കോസ്റ്റ് ആവുക. അപ്പോൾ ആൻസർ ഏതാണ്? എ ഈസ് ദ ആൻസർ. ആക്ച്വൽ സെയിൽസ് കാണാനാ മക്കളെ. പി വി റേഷ്യോ വന്നിട്ട് 20%. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 50 രൂപ. മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാ? 2,000 യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000. ആക്ച്വൽ സെയിൽസ് ക്വാണ്ടിറ്റി മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് എത്രയാ? 2,000 യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ? അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ആണല്ലോ ഇക്വേഷൻ്റെ മുകളിൽ പിടിക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ പിടിക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഏതാ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അത് നടക്കുമല്ലോ അല്ലേ? സിമ്പിളാണല്ലോ അല്ലേ? ശരിയാ. ഓക്കെ, വെറുതെ ചിന്തിച്ചു. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉണ്ട്? 30,000 ഉണ്ട്. ഡിവൈഡഡ് ബൈ ഏതാണ്? 20%. അപ്പോൾ എത്ര വരും? 1,50,000. ഇതാണ് ബ്രേക്ക് ഇവൻ. ആക്ച്വൽ സെയിൽസ് നമുക്കറിയാം. ആക്ച്വൽ സെയിൽസാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇനി വേറെ സാധനം തന്നുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഒരു കണക്ഷൻ എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി പറയുമ്പോൾ ആക്ച്വൽ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? ബ്രേക്ക് ഇവൻ സെയിൽസ് ലെസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്തറിയാം? ആക്ച്വൽ സെയിൽസ് അറിയോ? പക്ഷെ മാർജിൻ ഓഫ് സേഫ്റ്റി 2,000 യൂണിറ്റ് ആണെന്നറിയില്ലേ? സെല്ലിംഗ് പ്രൈസ് 50 അറിയില്ലേ? അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് അറിയാം. ഏത്? മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണ്? 2,000 യൂണിറ്റാണ് വിറ്റിട്ടുള്ളത്. ഒരു യൂണിറ്റ് എത്രയാണ്? 50. അപ്പോൾ എത്ര വരും? 1,00,000. ഇതിന് ഈക്വലാണ് ഏത്?
ആക്ച്വൽ സെയിൽസിൽ നിന്നും ബ്രേക്ക് ഇവൻ സെയിൽസ് എത്രയെന്നറിയാം? 1,50,000. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ച്വൽ സെയിൽസ് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലേ, 2,50,000. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താണ്? ആക്ച്വൽ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റിയാണ്, ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 50 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും? 5,000 വരും. സി ആണ് ആൻസർ. അടുത്തതിലേക്ക് പോവാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. പോട്ടെ, നിങ്ങളിതൊക്കെ എല്ലാം മക്കളെ നിങ്ങളൊക്കെ ഇനി വൃത്തിയിൽ മറ്റേ ചെയ്യൂലേ? ബാക്ക്വേർഡ് കാൽക്കുലേഷൻ, ലേബർ എഫിഷ്യൻസി വാരിയൻസ് അല്ലല്ലേ, ബാക്ക്വേർഡ് അല്ല, എഫിഷ്യൻസി വാരിയൻസ് കാണാനാണ് പറയുന്നത്. എങ്ങനെയാണ് എഫിഷ്യൻസി വാരിയൻസ് കാണാം? 1 - 3. 1 ഇൻഫർമേഷൻ ഏതാ? ലേബറാണ്, അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 3 ഏതാ? ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിലെന്തൊക്കെയുള്ളത്? ലിമിറ്റഡ് പ്രൊഡ്യൂസിങ് 500 യൂണിറ്റ് 7,500 എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ് അവർ എത്രയാണ്? ഓക്കെ തന്നില്ലേ? സ്റ്റാൻഡേർഡ് അവർ എത്രയുള്ളത്? 8,000. പക്ഷേ ആക്ച്വലി അവർ എത്രയൊക്കെ ഉണ്ടാക്കിയത്? 7,500 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് കോമൺ ആണ്, എത്രയാണ്? 50 ഇൻറ്റു ഇവിടെ എത്രയാണ്? 50. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ? 500 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 50. അപ്പോൾ എത്ര വരും? 25,000. ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? ഫേവറബിളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ? കാരണം നിങ്ങളിത് പറഞ്ഞ് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കാനാ? 8,000. പക്ഷെ നിങ്ങൾ എത്ര സമയം കൊണ്ട് ഉണ്ടാക്കി? 7,500. അപ്പോൾ 500 മണിക്കൂർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,000 ഏത് വരും? അഡ്വേഴ്സ് വരും. സോറി, ഫേവറബിൾ. അപ്പോൾ ഇതല്ലേ? സോറി എ ആണ് ആൻസർ, ഫേവറബിൾ. കഴിഞ്ഞില്ല? ലാസ്റ്റ് ഐ തിങ്ക് ഇത് സെയിം സാധനം എവിടെ ഉണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ? എന്ത് കാണാനാ പറഞ്ഞത്? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. അപ്പോൾ 2 പ്രൊജക്റ്റ് ഉണ്ട്. P1 എന്നും ഇടുക, P2 എന്നും ഇടട്ടെ. അതിൻ്റെ എന്ത് വന്നിട്ടുണ്ട്? എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ? എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാ? രണ്ടിൻ്റെ എത്രയാണ്? സെയിമാണ്. എത്രയാ? 15%, 15% അല്ലേ? അപ്പോൾ നിങ്ങളിതിൽ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? 2 ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കുന്ന ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കും അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലേ? പ്രൊജക്റ്റ് 1 എത്രയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത്? 20% അല്ലേ? പ്രൊജക്റ്റ് 2 എത്രയാണ്? 10%. ക്ലിയർ? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് പ്രൊജക്റ്റ് 1 and 2. എങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 20% ഡിവൈഡഡ് ബൈ 15%. എത്ര വരും? 1.23 സംതിങ്. അടുത്ത ഏതാ? 10% ഡിവൈഡഡ് ബൈ 15%. 0.66. അപ്പോൾ ഏതാ ആൻസർ? ബി. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 1.2% റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 1% റിസ്ക് കിട്ടുള്ളൂ, റിട്ടേൺ കിട്ടുള്ളൂ. നിങ്ങൾ 23% എന്ത് ചെയ്യണം? 33 ആണ്. ഓക്കെ, 33% എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1% റിട്ടേൺ കിട്ടും. അല്ല, നിങ്ങൾക്ക് 0.66% എന്ത് ചെയ്യണം? എഫേർട്ട് എടുത്താൽ 1%. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടം? കുറച്ച് റിസ്ക് എടുത്തിട്ട് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതാണെങ്കിൽ ഏതാണ്? P2 ആണ് നിങ്ങൾക്ക് വേണ്ടത്, പ്രൊജക്റ്റ് 2 അല്ലേ? അങ്ങനല്ലേ? നമുക്ക് ABC പോവാം അല്ലേ? 2A. അതിന് മുന്നേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പറയുന്നില്ല, തിയറീസൊക്കെ. ഓക്കെ, അടുത്ത Bയിലേക്ക് പോവാം.
ബിയിൽ ഏറ്റവും താഴെ എന്താ പറയുന്നത് എന്ന് ആദ്യം വായിക്കാം, എന്നിട്ട് തിരിച്ചു വരാം. എന്താ ഫസ്റ്റ് വൺ? കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ട്രേസിങ് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഓവർ ടു ബി ബാച്ച് അപ്രോക്സിമേറ്റ് റേറ്റ് ടു ഓൾ നമ്പർ. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കാണാനാണ് അല്ലേ? രണ്ട് പറഞ്ഞ അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ബാച്ച് എക്സ് യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ്. ഏത്? AXL 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം കോസ്റ്റ് കാണാനാണ്. ഓക്കെ, എനിവേ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ നോട്ട് ചെയ്താൽ മതി. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഇവിടെ തന്നെ കാണാം. എങ്ങനെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കാണാൻ എന്തൊക്കെ വേണ്ടത്? ആക്ടിവിറ്റി, പിന്നെ കോസ്റ്റ് പൂള്, കോസ്റ്റ് ഡ്രൈവർ ക്വാണ്ടിറ്റി, കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. അപ്പോൾ പറയും ബഡ്ജറ്റഡ് ഓവർഡ്. ഫസ്റ്റത്തെ ഏതാണ്? മെറ്റീരിയൽ പ്രൊക്യൂർമെൻ്റ് ആണ്. 11,00,000 ആണല്ലേ? 11,60,000. അപ്പോൾ 11,60,000 ഡിവൈഡഡ് ബൈ എത്ര ഓർഡർ ഒക്കെ ഓർഡർ ഉണ്ടാ? ഡിവൈഡ് ബൈ എത്രയാണ്? 2200. എത്ര വരും? 527.27. ഹലോ, ചെയ്തോളൂ. ചെയ്യാം. അടുത്തതാ 5 lakh ഡിവൈഡഡ് ബൈ എത്രയാ? 1360. 1360 എത്ര വരും? 360. ഇനി വേറെ പോയിന്റിൻ്റെ മുകളിൽ കളിക്കണ്ട, അവിടെ റൗണ്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 527 തന്നെ എടുത്താൽ പോരെ? 27 28 അല്ലേ? ഇതിനടുത്തതാ 368. പിന്നെ 19,40,000 ഡിവൈഡഡ് ബൈ 16,800. 115. ആ പോയിൻ്റ് 4 115 ഒപ്പിക്കുന്നു ഞാൻ. അടുത്തതാണ് 8,30,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 10,40. എത്ര വരും? 798. അടുത്ത് 3,52,000 ഡിവൈഡ് ബൈ എത്രയാണ്? 1000 വരും? 196. അടുത്ത് 14,40,000 ഡിവൈഡ് ബൈ എത്രയാണ്? 48,000. 30. നിങ്ങൾ ഈ പണി ചെയ്യരുത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ഓക്കെ, യെസ്, കുഴപ്പമില്ല. നമ്മൾ ഇതാക്കി. ഇതടുത്ത് നമ്മുടെ ഇത് കാണാൻ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ബാച്ച് കോമ്പണൻ്റ് AXL ആണ്. മൊത്തം കോസ്റ്റ് കാണണം. ഓക്കെ, യെസ്. ഏത് മാത്രം പോരാ? ഓവർഹെഡ് മാത്രം പോരാ. കോസ്റ്റിൽ മെറ്റീരിയലിലൂടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2,60,000. ഇതിൻ്റെ പ്രത്യേകം തന്ന 5,500 കോമ്പണൻ്റ് ഉണ്ടാക്കാനാണ്. ലേബർ എത്രയെന്ന് പറഞ്ഞിട്ട് 4,90,000. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് ഇനി കൊള്ളാവണ്ട. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ ചോദിച്ചാൽ? വേണോ? അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ പറയില്ല, അതുകൊണ്ടാണ് ഞാൻ കളിയാക്കുക എന്നൊക്കെ വിചാരിക്കും. ശരിക്കും അങ്ങനെ വിചാരിക്കണ്ട. സ്റ്റെപ്പ് ഏതാ? 2 എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. സ്റ്റെപ്പ് 2 അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ്? നമ്പർ 2 അല്ലേ? എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരയ്ക്കാറ്? അപ്പോഴ്സ്മെൻറ്റ് അല്ലേ? കുറേ പ്രൊഡക്റ്റുകളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം പോരെ? അല്ല, ഇത് കോസ്റ്റ് ഷീറ്റാണ്. ശരിയാണ്, കോസ്റ്റ് ഷീറ്റ്. അതെ, ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? 4. ആ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? AXL 6. എത്ര യൂണിറ്റിനാണ്? 5,200 യൂണിറ്റ്. ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ്ലി ഗിവൺ 2,60,000. അതുപോലെ ഡയറക്റ്റ് ഏതാ? ലേബർ. അപ്പോൾ ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എത്രയാണുള്ളത്? 4,00,000. ഓക്കെ അല്ലേ? ഇനി ആഡ് ഏതാ? ഇവിടെ വേണമെങ്കിൽ പ്രൈം കോസ്റ്റ് എന്നൊക്കെ എഴുതാം. എന്നിട്ട് ആഡ് ചെയ്താൽ ഫാക്ടറി ഓവർ ഹെഡ് അല്ലേ? ആ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഉണ്ടാക്കണം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. വർക്കിംഗ് നോട്ട് നമ്പർ 1 നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച സാധനം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ്, ശ്രദ്ധിക്കൂ. അപ്പോൾ കണ്ടൻറ്റ് കിട്ടൂല. ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ? ആക്ടിവിറ്റി. പിന്നെ ഏതാ? കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. പിന്നെ നമ്മൾ
അപ്പോർഷൻ ചെയ്യാണ്. 2 എവിടേക്കാ? AXL6. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ടിവിറ്റി എടുത്തോ. ഫസ്റ്റ് ആക്ടിവിറ്റി ഏതാണ്? മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുക. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 527. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, ഈ AXLന് വേണ്ടിയിട്ട് എത്ര മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ വന്നിട്ടുണ്ട്? മെറ്റീരിയൽ ഓർഡർ അല്ലേ എടുക്കുക, ബേസ് അല്ലേ? എത്ര ഉണ്ട്? 52. അപ്പോൾ എങ്ങനെ പറയാം? 52 ഇൻറ്റു എത്ര? 527. 27,404. ഓക്കെ, ഗ്രേറ്റ്. രണ്ടാമത്തെ ഏതാണ്? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് 368. എത്ര മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇവിടെ ഉണ്ട്? മെറ്റീരിയൽ മൂവ്മെൻറ്റ് വർക്കൊന്നുണ്ട് കണ്ടോ? 36 ഇൻറ്റു 368 എത്ര വരും? 1348. മൂന്നാമത്തെ ഏതാണ്? മെയിൻ്റനൻസ് ആണ്. അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എത്രയാണ്? 115 ആണ്. എത്ര മെയിൻ്റനൻസ് ഉണ്ട്? മെയിൻ്റനൻസ് എപ്പോഴാണ് വരിക? മെയിൻ്റനൻസ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ? അപ്പോൾ എടുത്താൽ പോരെ അതിൻ്റെ ബേസ്. ഓക്കെ അല്ലേ? എത്ര വരും? 1380 ഇൻറ്റു 115 എത്ര വരും? 1,50,700. ഓക്കെ, നാലാമത്തത് ഏതാ? സെറ്റപ്പ്. ഓക്കെ, അതിൻ്റെ ഇത് എത്രയാണ്? 768. എത്ര നമ്പർ ഓഫ് 98. എത്ര നമ്പർ ഓഫ് സെറ്റപ്പ് ഉണ്ട് അതിൽ? 50. അപ്പോൾ 50 ഇൻറ്റു എത്ര? 798 എത്ര വരും? 39. ലാസ്റ്റ് വേണം അല്ലേ? കഴിഞ്ഞില്ലേ? ഇല്ല, ഇനിയുണ്ട് 5. ഏതാ? ക്വാളിറ്റി കൺട്രോൾ. എത്ര അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ? 196. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ 56 ഉണ്ട്. അപ്പോൾ 56 ഇൻറ്റു 196 എത്ര വരും? 10,000. ആറാമത്തെ ലാസ്റ്റ് വൺ ഏതാ? മെഷീനറി. അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ എത്ര? 30 അല്ലേ? എത്രയാണ് മെഷീൻ്റെ ഹവേഴ്സ് ഉള്ളത്? 3600 ഇൻറ്റു 30 8,000. ഒക്കെ കൂടെ ടോട്ടൽ ചെയ്യൂ. എത്ര? 3 lakh അത്രേ ഉള്ളൂ. 3 ലക്ഷം ഉള്ളൂ. 3,228. 3 ലക്ഷത്തി ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ചെയ്ത് 58,228 അല്ലേ? ഇതൊക്കെ കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര വരും? അതാണ് ആൻസർ. ആണ് കോസ്റ്റ് ഓഫ് ബാച്ച്. എത്ര വരും? 11,08,228 സെറ്റ്. നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വേറെ സെഷനൊന്നുമില്ല. ഇത് 14 മാർക്കിൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? പോസ്കോ ലിമിറ്റഡ് ഈസ് മാനുഫാക്ചറിങ് 4000 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഏതാണ്? സിംസാം, യൂട്ടിലൈസിങ് 100% ഓഫ് ഈസ് മിഷൻ കപ്പാസിറ്റി. അവരുടെ മിഷൻ കപ്പാസിറ്റിയുടെ 100% യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ എന്ത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ? സിംസാം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പേര് കിട്ടിയതാണ് സിംസാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് പെർ യൂണിറ്റ്, പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് സിംസാം തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്ര ഉള്ളത്? 700. കോസ്റ്റ് എത്ര ഉള്ളത്? വായിക്കണം. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? 100. വാരിയബിൾ മിഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 100 പെർ മിഷൻ ഹവർ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര മിഷൻ ഹവേഴ്സ് ഉണ്ടാവും? 1.5. കുഴപ്പമില്ലല്ലോ അല്ലേ? ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര? 1.5
മിഷൻ ഹവർ ഇൻറ്റു 1 ആയിട്ടാണ് എത്ര കിട്ടിയിട്ടുള്ളത്? 150 കിട്ടുന്നത്. അതർ ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റ് എത്രയാണ്? 180. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 200. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് നോക്കിയാൽ എത്ര വരും? 630. അത് 700 നിന്ന് ലെസ് ചെയ്താൽ പ്രോഫിറ്റ് എത്ര വരും? 70 വരും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. നിലവിൽ തന്നത് എന്താണ്? നമ്മൾ 4000 യൂണിറ്റ് എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? സിംസാം. അത് എത്ര പെർസെൻറ്റേജ് ആണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ? 100. ഇനി അതിൽ വേറെ സ്പേസ് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 700. അതിൻ്റെ പ്രോഫിറ്റ് എത്ര വന്നിട്ടുണ്ട്? 70 വന്നിട്ടുണ്ട്. ഇനി പോസ്കോ ലിമിറ്റഡ് ക്യാൻ സെൽ മാക്സിമം 8000 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് സിംസാം ഇൻ മാർക്കറ്റ്. പക്ഷെ നമുക്ക് എത്ര യൂണിറ്റ് വരെ വിൽക്കാനുള്ള സ്കോപ്പ് ഉണ്ട്? 8000. പക്ഷെ നമ്മുടെ അടുത്ത് എത്രയേ ഉള്ളൂ? ഓക്കെ. എന്തുകൊണ്ടാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഇത്രയും കുറവ് വിൽക്കുന്നുണ്ടാവുക എന്ന് വെച്ചാൽ ഹവർ ഡ്യൂ ടു ലിമിറ്റഡ് ഏതാണ്? മിഷൻ ഹവർ കപ്പാസിറ്റി. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണെന്ന് നോട്ട് ചെയ്യാം. ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ്? മിഷൻ ഹവേഴ്സാണ്. ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം എത്രയാണ്? 4000 യൂണിറ്റ് ഓഫ് സിംസാം. അപ്പോൾ ഇവിടെ എത്ര മിഷൻ ഹവർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 6000. എങ്ങനെ കിട്ടി? ഒരെണ്ണത്തിന് വേണ്ട സ്റ്റാൻഡേർഡ് മിഷൻ അവർ എത്രയും നമ്മൾ അവിടെ വിദഗ്ധമായി കണ്ടെത്തിയിട്ടുണ്ട്? 1.5 അല്ലേ? 1.5 ഇൻറ്റു എത്രയാണ്? 4000. എത്ര വരും? കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ അവൈലബിൾ ഏതാണ്? മിഷൻ ഹവേഴ്സ്. നമ്മുടെ കമ്പനിയുടെ പേരെന്താണ്? പോസ്കോ എന്നാട്ടോ. ഇനി വേറെ കമ്പനി ഉണ്ട്, ഏതാണ്? SB ലിമിറ്റഡ്, എ ക്വാളിറ്റി സപ്ലയർ ഓഫ് ദ പ്രൊഡക്റ്റ്. അവർ നമുക്ക് 3000 യൂണിറ്റ് തരാമെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 620. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വേണം? 630. അതിലും കുറഞ്ഞിട്ട് അവർ തരികയെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യട്ടെ. ഇതുവരെ ഉള്ളത് നമ്മുടെ കമ്പനിയുടെ പേര് പോസ്കോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് സിംസാം. നമുക്ക് എത്ര പുറത്തേക്ക് വിൽക്കാൻ പറ്റും? 8000. പക്ഷേ ആക്ച്വലി എത്ര യൂണിറ്റ് അവർ വിൽക്കുന്നുള്ളൂ? 4000. അതാണ് സംഭവം. അപ്പോൾ 4000 ഉണ്ടാക്കാനുള്ളതിൻ്റെ കോസ്റ്റൊക്കെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇനി 4000 വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ പിന്നെ പറഞ്ഞത്. എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റുക? 620 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. കണ്ടിന്യൂ ചെയ്യട്ടെ. അടുത്തത്, പോസ്കോ ലിമിറ്റഡ് ക്യാൻ യൂസ് ഇറ്റ്സ് ഫെസിലിറ്റി ടു മാനുഫാക്ചർ ആൻ ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് കോൾഡ് ബോൺ. പുതിയ സാധനം ഏതാ? ബോൺ. പോസ്കോ ലിമിറ്റഡ് ക്യാൻ യൂസ് ഇറ്റ്സ് ഫെസിലിറ്റി ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ്. അപ്പോൾ എന്താ ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫെസിലിറ്റി ഫുൾ എക്യുപ്പൈഡ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇഫ് ദേ ആർ നോട്ട് ഗോയിങ് ടു പ്രൊഡ്യൂസ് ഏതാണ്? സിംസാം. ആ പ്ലേസ് എന്താവും? ഫ്രീ ആവും. അപ്പം ആ പ്ലേസിൽ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ബോൺ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ സെൽ അപ് ടു, അത് എത്ര യൂണിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും? 10000. ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ബോൺ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 700 വന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 100 വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട്, ഏതാണ്? മിഷൻ അവർ 100 രൂപയാണ് പെർ മിഷൻ അവർ. അപ്പോൾ എത്ര മിഷൻ അവർ അവിടെ? 2 ഹവേഴ്സ് അല്ലേ? സോറി, 2 × 50 അല്ലല്ലോ. ഓക്കെ, 100 അടിക്കണം. 0.5 ഹവേഴ്സ്. എന്താ 0.5 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ? ബോൺ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് അരമണിക്കൂർ വേണം. മറ്റേതിന് എത്ര വേണ്ടി? 1.5. അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 6000 യൂണിറ്റ് ഇല്ലേ, അതിൽ എത്ര ബോൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും? ഡിവൈഡ് ബൈ 0.5 എത്രയാണ്? 12000. മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉള്ളതിന്? 10000. അപ്പം നമുക്ക് പ്രോഫിറ്റ് എത്ര ഏൺ ചെയ്യാൻ പറ്റുള്ളൂ? 10000. ഓക്കെ, അല്ല ഹെവി ക്വസ്റ്റ്യൻ അല്ല, എളുപ്പമല്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യനാണ്. ഇത്രയും കഴിഞ്ഞു. സമ്മപ്പ് ചെയ്യണം അതുവരെ. ഓക്കെ അല്ലേ? മനസ്സിലില്ലേ? അടുത്ത്, പോസ്കോ ലിമിറ്റഡ് പ്രൊവൈഡ് യു ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. വാരിയബിൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം മുകളിൽ എന്തില്ല? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 200 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് ടോട്ടലാണ് തന്നുള്ളത്. അപ്പോൾ അതിൽ വാരിയബിൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ മീനിങ് എന്താ? നമുക്ക് ഫിക്സഡും മറ്റും എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും.
സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് സിംസാം, അത് പല സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിലാണ്. സിംസാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര റുപ്യ വരും? വാരിയബിൾ കോസ്റ്റ് 80. ഓക്കെ അല്ലേ? ക്ലിയർ. അപ്പുറത്ത് വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ എത്ര ഉള്ളത്? ഫാക്ടറി 200 അല്ലത്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എത്ര വരും അതിൽ? ഓക്കെ, സിംസാം അല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അടുത്ത പർച്ചേസിങ് പ്രൊഡക്റ്റ് സിംസാം ഫ്രം ദ ലിമിറ്റഡ് എത്ര റുപ്യാണ്? 60. പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ് വേറെ ഉണ്ട്, കൂടാതെ ഇത് സെല്ല് ചെയ്യാനുള്ള എന്തുണ്ടാവും? ആരേന്ന് പർച്ചേസ് ചെയ്താലും ഇവരല്ലേ സെയിൽ ചെയ്യണ്ടേ? ഓക്കെ. അടുത്ത ഏതാണ്? മാനുഫാക്ചർ ദ പ്രൊഡക്റ്റ് ബോൺ ഇൻ ഹൗസ് എത്രയാണ്? 70. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയുള്ളത്? ഒന്നെന്താ? ഒന്നാമത്തെ, നമ്മുടെ 2 പ്രൊഡക്റ്റുകളുള്ളത് ഏതൊക്കെയാണ്? ദർ ആർ 2 പ്രൊഡക്റ്റ്. ഏതാണ്? ഫസ്റ്റ് ആണ് സിംസാം പ്രൊഡക്റ്റുകൾ. പിന്നെ മറ്റേ പ്രൊഡക്റ്റ് ഏതാണ്? ബോൺ. ഓക്കെ അല്ലേ? സിംസാമിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യണം? ഓപ്ഷൻ നമ്പർ 1 മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതാ? ഇൻ ഹൗസ് എന്ന് പറയും. ഓപ്ഷൻ നമ്പർ 2 ഏതാ? ബൈ ചെയ്യാം. ബോൺ ഒരു ഓപ്ഷനുള്ളൂ. ഏതാ? മേക്ക് അതിനല്ലേ ഉള്ളൂ. ഓക്കെ, മേക്ക്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ അടുത്ത് ലിമിറ്റിംഗ് ഫാക്ടർ എത്ര ഉള്ളത്? മൊത്തം 6000 മെഷീൻ ഹവേഴ്സാണ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഏത് പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ ഒരു കാര്യം, ബോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിംസാം എന്ത് ചെയ്യേണ്ടി വരും? ബൈ ചെയ്യേണ്ടി വരും അല്ലേ? സിംസാം പുറത്തുനിന്ന് മേടിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബോൺ സിംസാമിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാൻ പറ്റുള്ളൂ. ഇത്രയും സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ? നോട്ട് ചെയ്യുന്നുണ്ടാ? ക്വസ്റ്റ്യൻ തന്നെ എവിടെയെങ്കിലും ഇതൊന്ന് ഈ ഒരു ഒബ്സർവേഷൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. തച്ചും കണ്ടോ? ഓക്കെ. ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? വായിക്കൂ. പോസ്കോ ലിമിറ്റഡ്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? കഴിഞ്ഞില്ല. പോസ്കോ ലിമിറ്റഡ് യൂസസ് മെഷീൻ ഹവർ ആസ് എ ബേസിസ് ഫോർ അസൈനിങ് ദ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് എങ്ങനെ? ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെ കാണാൻ പറഞ്ഞേ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? മെഷീൻ ഹവറാണ് അല്ലേ? ലേബർ അവർ, മെഷീൻ അവർ, പ്രൈം കോസ്റ്റ്, യൂണിറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നില്ല. അതിലിവിടെ മെഷീൻ ഹവറാണ്. ഒരു ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ഒരു വർഷത്തെ എത്ര ഉണ്ട്? 2,40,000 ഉണ്ട്. ദീസ് കോസ്റ്റ് വിൽ നോട്ട് ബി എഫക്റ്റഡ് ബൈ ദ പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷൻ. നമ്മൾ മിക്സ് ചെയ്യുക പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? മിക്സ് ചെയ്യുക പറയുമ്പോൾ എന്താ? ഇതുണ്ടാക്കണം, അതുണ്ടാക്കണം, പുറത്തുനിന്ന് മേടിക്കണം. ആ ഡിസിഷനാണ് നമ്മൾ എന്ത് പറയും? മിക്സ് ഡിസിഷൻ എന്ന് പറയാം. സജസ്റ്റ്, നമ്മുടെ അടുത്ത് പറയുകയാണ് സജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് പോസ്കോ ലിമിറ്റഡ് ഷുഡ് മാനുഫാക്ചർ ഓർ പർച്ചേസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പ്രൊഡക്റ്റ് ഉള്ളത്. ഏതൊക്കെയുള്ളത്? സിംസാമും പിന്നെ ഏതാ? ബോൺ. ആരുടെ? ദാറ്റ് പോസ്കോ ലിമിറ്റഡ് ഷുഡ് മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ? പർച്ചേസ് ചെയ്യണോ? എന്തിന്? മാക്സിമൈസ് പ്രോഫിറ്റ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കാര്യമുണ്ട്. മാനുഫാക്ചർ ചെയ്യാൻ 2 മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ലേ? ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞില്ലോ. ഞാൻ ഇത് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഒന്നുമില്ല. എന്നാലും ഞാൻ വിചാരിച്ചേ ബോൺ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ പോലെ തോന്നി. ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ ബോൺ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ഇൻഫർമേഷൻ തന്നിണ്ടാ? ഇല്ല.
അപ്പോൾ ഇതാണ് സംഭവം. ചോദിച്ച് എങ്ങനെ ആവും? സിംസാം ഉണ്ടാക്കണോ പുറത്ത് മേടിക്കണോ? ബോൺ ഉണ്ടാക്കണോ? ഇതുണ്ടാവും. ഓക്കെ. അടുത്ത കാൽക്കുലേറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. പിന്നെ ആ മുകളിലുള്ള ബേസ് അനുസരിച്ച് ഡിസിഷൻ അനുസരിച്ച് പ്രോഫിറ്റ് കാണും. ഇറ്റ്സ് നത്തിങ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിക്സഡും വാരിയബിളും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം. അപ്പോഴുള്ള കാര്യങ്ങൾ എന്താവുള്ളൂ? സ്മൂത്ത് ആവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ വർക്കിംഗ് ആയിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? 3, 14 മാർക്സിന് ചോദിച്ചതാണ്. പറയാം. വർക്കിങ്സ് ഒക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വർക്കിംഗ് നോട്ട് നമ്പർ 1, സെഗ്രിഗേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ഏതിൻ്റെ? ഫാക്ടറി കോസ്റ്റ്. അല്ലേ? ഓക്കെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. 2 ടേബിളാക്കിയിട്ടാണ് ഓരോ പ്രൊഡക്റ്റുകൾ. ഏതാണ്? സിംസാം ഉണ്ട്, പിന്നെ അടുത്ത് ഏതാണ്? ബോൺ ഉണ്ട്. നമുക്കറിയാം ഇവരുടെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് പെർ യൂണിറ്റ് എത്രയാണ്? 100. നോക്കടാ, അതർ ഫാക്ടറി കോസ്റ്റ് അല്ലേ, അതിനല്ലേ ഫാക്ടറി ഓവർഹെഡ് ആയിട്ടുള്ളത്. 180 അല്ലേ ഒന്നിൻ്റെ? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടെങ്കിലും പറയൂ. 180. അടുത്ത് മറ്റേൻ്റെ എത്രയാണ്? സിംസാമിൻ്റെ 50. ഓക്കെ അല്ലേ? ഇതിൻ്റെ അബ്സോർബ് ചെയ്യുന്ന ബേസ് ഏതാ നമുക്കറിയാം. ഏതാ? മിഷൻ അവർ. ഇതിൻ്റെ മിഷൻ അവർ അറിഞ്ഞൂടെ? ഓക്കെ. യെസ്. ഇതിൽ നമുക്ക് ഇനി എന്ത് കോമ്പണൻറ്റ് ലെസ് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ് പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് കിട്ടും? വാരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. ഫിക്സഡ് എങ്ങനെ കാണാം? അതാണ് അടുത്ത ചോദ്യം. ഓക്കെ അല്ലേ? ഇത് കാണാം. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ ബഡ്ജറ്റഡ് ഏതാണ്? പറയും മക്കളെ. ബഡ്ജറ്റഡ് ഇവിടെ ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെ കാണാം? ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മിഷൻ ഹവേഴ്സ്. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതട്ടെ. സിംസാമിന് എത്രയാണ് ഫാക്ടറി ഓവർ ഹെഡ്? 2,40,000. ബോണോ? ആരാദ്യം പറയും? എത്ര? ഓ ഒന്നൊരു വൈകളെ. എടാ ചെങ്ങന്മാരെ, സിംസാം പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ ആ സ്പേസിലാണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുക? ബോൺ അല്ലേ? ഇനി ഞാൻ ചോദിക്കണം, അപ്പോൾ എത്ര വരിക? സിംസാം പ്രൊഡ്യൂസ് ചെയ്തില്ല, അപ്പോൾ അവിടുത്തെ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടുത്തെ എന്താവും? ഫിക്സ്ഡ് കോസ്റ്റ് ആവും. ഇവിടെ എത്ര തന്നെ വരിക? 2,40,000. മിഷൻ അവർ മാറുമോ? മിഷൻ അവർ യെസ്. എങ്ങനെ മാറും? ഇവിടെ എത്ര യൂണിറ്റാങ്ങൾ ഉണ്ടാക്കുന്നത്? 4,000 അല്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാ? 6,000. അതല്ല, ഇവിടുത്തെ എത്രയാ? 4,000. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? ഇങ്ങനെ പറഞ്ഞു ശ്രദ്ധിച്ചോ. 2,00,000 സിംസാമ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫാക്ടറിയുടെ മൊത്തം ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 2,40,000. എടാ ക്വസ്റ്റ്യൻ താഴത്ത് വേറെ പറഞ്ഞു കണ്ടില്ലേ നിങ്ങള്? ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ 2,40,000 വരുമ്പോ എന്റെ ചോദ്യം ഇതാണ്, സിംസാം എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 4,000. ഒരെണ്ണത്തിന് എത്ര വേണം? 1.5 ഹവേഴ്സ് ആണ് അല്ലേ? അങ്ങനെ ടോട്ടൽ എത്ര വരും? 6,000 ഹവേഴ്സ്. ഇങ്ങനെ 6,000 ഹവേഴ്സിനാണ് 2,40,000 എത്ര? 40,000. അപ്പൊ 2,40,000 ഡിവൈഡ് ബൈ 6,000 എത്ര വരും? ₹40 പെർ ഏതാ? 40 പെർ ഹവർ. ഓക്കെ അല്ലേ? ഇത് മുകളിലോടുന്ന് ലെസ് ചെയ്യാൻ പറ്റുമോ? ഇത് മുകളിൽ ഒന്ന് ലെസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താ വേണ്ടത്? പെർ യൂണിറ്റ് അല്ലേ ചെങ്ങൈമാരെ?
ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റാണ് എത്രയാണ് 180. ഇപ്പം നിങ്ങൾ കണ്ടത് എന്താണ്? ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഫാക്ടറി ഓവർഹെഡ് ആണോ? അല്ല, ഒരു മണിക്കൂറിനാണ്. അപ്പോൾ അടുത്തേതാ? പെർ യൂണിറ്റ് എങ്ങനെ കണ്ടാൽ മതി? 40 ഇൻറ്റു എത്രയാ? 1.50 എത്ര വരും? 60. ഓക്കെ അല്ലേ? ഇനി ബോളിന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. 180 60 പോയാൽ എത്രയാണ്? 120 ആണ് ഇത് വരിക. വാരിയബിൾ ഫാക്ടറി ഓവർഹെഡ് വരിക. ഇതേ പാറ്റേണിൽ മറ്റതും കാണണം. ഡിവൈഡഡ് ബൈ, നിങ്ങൾ എത്ര യൂണിറ്റാണ് ബോൺ ഉണ്ടാക്കാൻ പോകുന്നത്? 10,000 അല്ലേ? അല്ലടാ, ഇൻറ്റു എത്ര വെച്ചിട്ടാ? 0.5 അല്ലേ? അതിൻ്റെ ഹൗസ് നമുക്ക് ഉണ്ട് ഇവിടെ. കാരണം നമുക്ക് എത്ര ഹൗസ് ഉണ്ട്? 6,000. അത് വെച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും? ഡിവൈഡഡ് ബൈ 0.5 12,000 വരെ ഉണ്ടാക്കാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. 5,000 വരും അല്ലേ? 2,40,000 ഡിവൈഡ് ബൈ 5,000 എത്ര വരും? 48 വരും. പെർ ഹവറാണ്. അതിനെ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 48 ഇൻറ്റു എത്രയാണ്? 0.50. എത്ര മതി? 24 മതി. മുകളിൽ 24 ഇട്ടാൽ 26 ആയിരിക്കും വാരിയബിൾ ഓവർഹെഡ് വരും. ഓക്കെ. ഹലോ അശ്വതി, ശ്രദ്ധിക്കുന്നില്ലേ? അശ്വനി. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ വാരിയബിളും ഫിക്സഡൊക്കെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? യെസ്. യാ, ഇനി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഭാഗം എന്താണ്? ഇങ്ങനെയാണ് ചോദ്യം. സജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് പോസ്കോ ലിമിറ്റ്. ഈ 2 പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ? മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഏതിൻ്റെ എടുക്കാം? സിംസാം എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്പർ 1 എഴുതിയിട്ട് എഴുതണം. എന്താ എഴുതേണ്ടത്? വെദർ പ്രൊഡക്റ്റ് ഏതാ? സിംസാം ടു ബി പർച്ചേസ്ഡ്. ആദ്യം പർച്ചേസ്ഡ് വേണ്ട, ആദ്യം ടു ബി ഏതാണ്? മാനുഫാക്ചേർഡ് ഓർ ഏതാണ്? പർച്ചേസ്. മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ? പർച്ചേസ് ചെയ്യണോ? ഇതാണ് നമ്മുടെ എന്ത് ഡിസ്കഷൻ. ഓക്കെ, വിച്ച് ഈസ് ബെറ്റർ? എഴുതുന്നില്ല നിങ്ങൾ? ചെയ്തു പോകല്ലേ നമ്മൾ? വെദർ പ്രൊഡക്റ്റ് സിംസാം ടു ബി മാനുഫാക്ചേർഡ് ഓർ ഏതാണ്? പർച്ചേസ്ഡ്. ഇതിലേതെങ്കിലും ഒന്നാണ്. അപ്പം നമ്മൾ അതിനെന്ത് കമ്പയർ ചെയ്യണം? അതിനെന്ത് കമ്പയർ ചെയ്യണം? മാനുഫാക്ചർ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും, പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്നറിയണ്ടേ? കോസ്റ്റ് കുറവുള്ളതിനനുസരിച്ച് ഡിസൈഡ് ചെയ്താൽ പോരെ? വളരെ ബേസിക്സ് ആണ് അതൊക്കെ. യെസ്. അപ്പോൾ ആദ്യം അതിൽ എ എന്ന് എഴുതാം. എ, മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻ എവിടെയാണ്? ഇൻ ഹൗസ് എന്നുള്ള ഒരു അല്ലേ? ഇൻ ഹൗസ് അല്ലെങ്കിൽ ഇൻ ഹൗസ് മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടാൽ പോരെ? പറയും ഏതൊക്കെ വരാം? ഡയറക്റ്റ് മെറ്റീരിയൽ വരും 100 അല്ലേ? ഡയറക്റ്റ് ലേബർ എത്ര നോക്കി പറയൂ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് മെറ്റീരിയൽ 100, ഡയറക്റ്റ് ലേബർ 150. അടുത്തേതാ? വാരിയബിൾ ഫാക്ടറി ഓവർഹെഡ് അല്ലേ? യെസ്. എത്ര വരും? 120. ഓക്കെ അല്ലേ? നമ്മൾ ഫിക്സഡ് ഒഴിവാക്കല്ലേ ഇൻറ്റൻഷനലി? ഓക്കെ, ഇറലവൻ്റ് ആണ്. അടുത്തേതാ? വാരിയബിൾ സെല്ലിങ് കൂടെ അല്ലേ? വാരിയബിൾ സെല്ലിങ് അതെങ്കിൽ എവിടെ നോക്കിയാൽ കിട്ടും? താഴത്ത് നോക്കിയാൽ കിട്ടും. എക്സ്ക്യൂസ് മീ, വാരിയബിൾ സെല്ലിങ് 3ലും 3ആണ്. ഇപ്പം നമ്മുടെ തീരുമാനം മാനുഫാക്ചർ ചെയ്യലല്ലേ? അപ്പോൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ടേബിൾ കണ്ടില്ലേ? അതിലെന്താ പറഞ്ഞത്? മാനുഫാക്ചറിങ്
പ്രൊഡക്റ്റ് സിംസാം ഇൻ ഹൗസ് എത്രയാ 80. അപ്പോൾ ഏതെടുക്കേണ്ടി ഇവിടെ 80. അപ്പോൾ 250 പ്ലസ് 120 പ്ലസ് 80 എത്ര വരും? 450 വരും. ഇവിടെ ഉണ്ടാക്കുമ്പോൾ എത്ര വരിക? 450. പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് ഓൾറെഡി തന്നിട്ടില്ലേ? പക്ഷെ പർച്ചേസ് ചെയ്താലും നമുക്ക് എന്ത് വരും? സെല്ലിങ് എക്സ്പെൻസ് വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ബി ഏതാ പറയും? ഇതുവരെ കഴിഞ്ഞല്ലേ? വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചാൽ ഇഗ്നോർ ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ കുറേ തവണ മേക്ക് ഓർ ബൈ ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ബി ഏതാ മക്കളെ? ബി 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 എടാ മാനുഫാക്ചർ ചെയ്യണോ പർച്ചേസ് ചെയ്യണോ? അപ്പോൾ ഏതാണ്? പർച്ചേസിങ് കോസ്റ്റ്. പർച്ചേസിങ് കോസ്റ്റ്. അത് പർച്ചേസ് കോസ്റ്റ് ഡയറക്റ്റ് ഒരു എത്ര വരുന്നത്? 620 അല്ലേ? പ്ലസ് ഈ പർച്ചേസ് ചെയ്യുന്ന സാധനം നമ്മൾ വിൽക്കണ്ടേ? അപ്പോൾ നമുക്ക് സെയിൽസ് എത്ര വരുന്നുണ്ട്? 80. നല്ലത് ശ്രദ്ധിച്ച് പറയും. പർച്ചേസിങ് പ്രൊഡക്റ്റ് സിംസാം ഫ്രം ഏതാണ്? പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 80 അല്ല, എത്ര ഉള്ളൂ? 60 ഉള്ളൂ. ഓക്കെ അല്ലേ? 680. നിങ്ങളെന്താ ചെയ്യുക? 680 പുറത്തുനിന്ന് മേടിക്കും അല്ലേ? അല്ല, എന്ത് ചെയ്യും? മാനുഫാക്ചർ ചെയ്യും. എന്ത് ചെയ്യണ്ടി? ഇറ്റ് ഈസ് എഴുതാം ബെറ്റർ ടു മാനുഫാക്ചർ ഇൻ ഹൗസ്. ഓക്കെ. അപ്പം ഞാൻ അടുത്തൊരു ചോദ്യം വരും. അപ്പോൾ അത് സെറ്റായി. ഞാൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്. ആരെടുത്ത്? നമ്മുടെ പ്രൊഡക്റ്റ് ഏതാ? സിംസാം. എന്താ തീരുമാനം? മെയ്ക്ക്. ഓക്കെ അല്ലേ? ഇനി അപ്പുറത്ത് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഏതാ? ബോൺ. ഓക്കെ. ഇതിൻ്റെ കാര്യം മെയ്ക്ക് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കാം. ഒരു കാര്യം തീരുമാനിച്ചില്ലേ? ഏത് പർച്ചേസ് ചെയ്യുന്നില്ല? സിംസാം എന്ത് ചെയ്യുന്നില്ല? പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? കോമൺ സെൻസ് ആട്ടോ, അങ്ങനെ കറക്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്ത എന്താണ്? ബോണും ഉണ്ട്, ഇതുണ്ട്. അപ്പം ഇനി അടുത്ത ഏതാണ്? ഇത് രണ്ടും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഏതെങ്കിലും ഒന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? കാണേണ്ടതില്ലേ? ബ്രേക്ക് ആയോ? നേരത്തെ നോ പ്രോബ്സ്. ബോൺ അല്ലേ? അല്ല മക്കളെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായ ഒരു നോട്ട് പോലെ എഴുതിക്കോ. വി ഡിസൈഡഡ് ടു മാനുഫാക്ചർ സിംസാം. വി ഡിസൈഡഡ് ടു മാനുഫാക്ചർ സിംസാം in-house. If we manufactured it in-house, if we manufacture it in-house, we cannot manufacture ഏതാ? ബോൺ. We cannot manufacture bond. So the next question will be എന്തായിരിക്കും? Which product will be more profitable? Which product will be more profitable? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്ത് ബേസ് ചെയ്തിട്ട് അത് കണ്ടെത്താന്ന്? നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ഇവിടെ എന്താ ഉള്ളത്? മിഷൻ അവർ അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ എന്തെടുത്താൽ മതി? മിഷൻ പെർ.
അപ്പോൾ എഴുതാം this should be decided on the basis of പറയും മക്കളെ on the basis of ഏതാ contribution per mission hour. അപ്പോൾ നമ്മൾ അടുത്തത് ഏതാ, അടുത്ത ഹെഡിങ് ഏതാ 1 എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിന് 2 അടുത്ത പോയിൻ്റ് 2 ക്വസ്റ്റ്യനിലെ 2 അല്ല കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ ഒരു 1 2 എന്ന് എഴുതിയിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഫൈനൽ ആൻസർ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു. എന്താ കാണണ്ടേ? കമ്പ്യൂട്ടേഷൻ ഓഫ് നമ്പർ 2 കമ്പ്യൂട്ടേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ പെർ മിഷൻ ഹവർ. എന്താ കാണാനുള്ള ഇക്വേഷൻ മക്കളെ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ മിഷൻ ഹവർ പെർ യൂണിറ്റ്. എഴുതിക്കോ അവിടെ തന്നെ ഹെഡിങ്ങിൻ്റെ സൈഡിൽ തന്നെ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ മിഷൻ ഹവർ പെർ യൂണിറ്റ്. അപ്പോൾ ആരുടെയൊക്കെ? സിംസാം ഉണ്ട്, പിന്നെ ആരുണ്ട്? ബോണുണ്ട്. കോൺട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസ് മൈനസ് ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് എത്ര? രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എത്രയാ? 700. കാണാത്തൊരു കാണണട്ടാ. ഓക്കെ, രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എത്രയാ? 700 മൈനസ് വാരിയബിൾ കോസ്റ്റ്. ആദ്യം നമുക്ക് ഏതിൻ്റെ ഫില്ല് ചെയ്യാം? സിംസാമിൻ്റെ. ഓരോന്നെടുക്കുക. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ അറിയാം നമുക്ക് എത്രയാ? 100. അടുത്തേതാ? ഡയറക്റ്റ് ലേബർ. ഇത് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടില്ലേ? ഇത് സെഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. ഓക്കെ, എല്ലായിടത്തും എഴുതരുത്. 150 അല്ല 450 ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, 700 മൈനസ് 250. എന്തായാലും കുഴപ്പമില്ല, ഇത് മറ്റേ എന്തായാലും ചെയ്യണ്ടേ. അപ്പോൾ ഡയറക്റ്റ് ലേബർ എത്രയാണ്? 150. അടുത്ത് വാരിയബിൾ ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്, 120. ഒരു സാധനം കൂടി ഉണ്ട്, ഏതാ? സെല്ലിങ്. ഏത്? സിംസാം മാത്രം സെല്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണെങ്കിൽ എത്ര വേണം? 80. അങ്ങനെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 250 കിട്ടും. ഓക്കെ അല്ലേ? സിംസാമിൻ്റെ മിഷൻ ഹവർ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടി? 250 കിട്ടി. പ്രത്യേകം എഴുതുന്നില്ലേ നിങ്ങൾ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. മിഷൻ ഹവർ പെർ യൂണിറ്റ് എത്ര വരിക? സിംസാമിന് എത്രയാണ്? 1.5. മറ്റേന് എത്രയാണ്? 0.5 അല്ലേ? യെസ്. അപ്പോൾ 250 ഡിവൈഡഡ് ബൈ 1.5 എത്ര വരും? 166.67. ഇതാണിത് കോൺട്രിബ്യൂഷൻ പെർ മിഷൻ ഹവർ. അടുത്തത് ബോണ്ട്. ഇതേപോലെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കുറച്ച് കൂടുതലാണ്, 300 രൂപ ഉണ്ട്. വാരിയബിൾ അവിടെ ഡയറക്റ്റ് ലേബർ ഇല്ല. ഡയറക്റ്റ് ലേബർ മാത്രം ഇല്ലല്ലോ അല്ലേ? ഓക്കെ, പിന്നെ വാരിയബിൾ മിഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്? 50. പിന്നെ അതർ ഫാക്ടറി കോസ്റ്റിൽ ഏതുണ്ട്? 50. അത് നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. എത്രയാണ് മുകളിൽ? 26 അല്ലേ? പിന്നെ ബോണ്ടെ എത്രയാണ്? ബോണ്ടെ ഇൻ ഹൗസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് സെല്ലിങ് വരും. സെല്ലിങ് എപ്പോഴാണ്? സെല്ലിങ്ങിൽ എത്രയാണ്? 70. അപ്പോൾ എത്ര വരും പറയും? 524. 254 ഡിവൈഡഡ് ബൈ 0.5 എത്ര വരും? 500. ഡാം ഷുവർ നമ്മൾ ഒരിക്കലും ഏത് പ്രൊഡ്യൂസ് ചെയ്യരുത്? സിംസാം പ്രൊഡ്യൂസ് ചെയ്യരുത്. ഏതെന്നെ പ്രൊഡ്യൂസ് ചെയ്യണം? ബോണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇതിൻ്റെ ഫൈനൽ ഒരു നോട്ട് ഉണ്ട് കേട്ടോ, അതിൻ്റെ അടുത്ത് ഓർപ്പിക്കണം കേട്ടോ. കൺക്ലൂഷൻ, ഒരു സമ്മറി നോട്ട്. റാങ്ക് ചെയ്യുക. ആർക്കാ റാങ്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് സെക്കൻഡ് അല്ലേ? ആദ്യം സെക്കൻഡ് പിന്നെ ഫസ്റ്റ് കൊടുക്കണം. ബോണ്ട് ഫസ്റ്റ് കൊടുക്കണം, മറ്റാൾക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് കൊടുക്കണം. ഫസ്റ്റ്
പ്രൊഡ്യൂസ് എഴുതിക്കോളൂ അടിയിൽ. ഫസ്റ്റ് പ്രൊഡ്യൂസ് ഏതാ? ബോൺ അല്ലേ? ബോൺ വിച്ച് ഗിവ്സ് highest contribution per labor hour. Mission hour. Contribution per mission hour. Okay അല്ലേ? Then only എന്നിട്ട് എന്തുണ്ടെങ്കിൽ സ്പേസ് പറയുമ്പോൾ മിഷൻ അവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ മിഷൻ അവർ എത്ര ഉള്ളത്? 6000 അല്ലേ? അതിൽ മാർക്കറ്റിൽ എത്ര യൂണിറ്റ് ബോൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? അടിച്ചേ 6000 ഡിവൈഡ് ബൈ 0.5 12,000. നിങ്ങൾ അത്ര ഉണ്ടാക്കുമോ? മാർക്കറ്റിൽ നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുള്ളൂ? 10,000. അപ്പോൾ 10,000 ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര സമയം എടുക്കണം? 0.5 വെച്ചിട്ട് 5000 അവേഴ്സ് എടുക്കണം. അപ്പം പിന്നെ ബാലൻസ് എത്ര അവേഴ്സ് വരും? 1000 അവേഴ്സ് വരും. ഈ 1000 അവേഴ്സ് വെച്ചിട്ട് ആരോടൊക്കെ എടുക്കുന്നത്? ഈ 1000 അവേഴ്സ് വെച്ചിട്ട് എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും? 1.5 ഡിവൈഡ് ചെയ്താൽ കിട്ടും. എത്രയും 666 യൂണിറ്റ് ഏതുണ്ടാക്കാൻ പറ്റും? ഓക്കെ, യെസ്, അത് നമ്മൾ എഴുതാൻ പോകണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എഴുതാം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് the number of unit to be manufactured. Number of unit to be manufactured of both the product. Of both the product. Okay അല്ലേ? എഴുതൂലേ? അടിയിൽ എഴുതാം. Total available mission hours. പറയും 6000 എങ്ങനെ കിട്ടിയത്? 4000 ഇൻറ്റു 1.5 ടോട്ടൽ തന്നിട്ടുണ്ടാ? ഇല്ലല്ലോ, ഫസ്റ്റിൽ തന്നില്ല, നമ്മൾ കണ്ടെത്തിയിരുന്നു. 4000 യൂണിറ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അവിടെ വാരിയബിൾ മിഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെ വന്നിട്ടുണ്ടാവുക? 100 മിഷൻ ഹവറിന് ഒരു മിഷൻ ഹവറിന് എത്ര? 100 റുപ്യാണ്. അപ്പോൾ 150 വരണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവും? 1.5. അപ്പോൾ ഒരു സിംസാം ഉണ്ടാക്കാൻ 1.5 ആണെങ്കിൽ 4000 ഉണ്ടാക്കാൻ എത്ര വരുമായിരുന്നു? 1.5. അങ്ങനെ എത്ര വരും? 6000. അപ്പോൾ കാൽക്കുലേഷൻ ഇത് എഴുതുമ്പോൾ വർക്കിംഗ് സൈൻ എഴുതേണ്ടത് 1.5 ഇൻറ്റു ശ്രദ്ധിച്ചിരിക്കും. 1.5 ഇൻറ്റു എത്രയാ? 4000. എത്ര വരും? 6000. ഓക്കെ അല്ലേ? എന്നിട്ട് ആദ്യം അടിയിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ഏതാ? ബോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതല്ലേ? റിപ്ലൈ ഉണ്ടാ? ബോൺ എത്രയാ ബോൺ ഉണ്ടാക്കുക നിങ്ങൾ? ഓക്കെ, 10,000 യൂണിറ്റ്. അതിനെ ഹവറിലാക്കി ഇൻ ഹവർ 10,000 ഇൻറ്റു 0.5 എത്ര വരും? 5000. എന്നിട്ട് എഴുതാം, ഷോപ്പിട്ട് എഴുതാം. ദർ ഈസ് എ ബാലൻസ് ഹവേഴ്സ്. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ്. ദർ ഈസ് എ ബാലൻസ് ഹവേഴ്സ് എത്രയാ? പറ. 1000. എങ്ങനെ? 6000 മൈനസ് 5000. ദർ ഈസ് എ ബാലൻസ് ഹവേഴ്സ്. ഓക്കെ അല്ലേ? വിത്ത് ദിസ് വി ക്യാൻ പ്രൊഡ്യൂസ് അല്ലേ? ഇപ്പം എന്തായാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? സിംസാം പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? വിത്ത് ദിസ് വി ക്യാൻ പ്രൊഡ്യൂസ് സിംസാം. അടിയിൽ യൂണിറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാം? 1000 ഡിവൈഡഡ് ബൈ 0.5. 1.5 സോറി, 1000 ഡിവൈഡ് ബൈ 1.5. പറ്റില്ല, 667. ഓക്കെ അല്ലേ? അതിൽ നിർത്താം. ഓക്കെ അല്ലേ?
ഇത്രയും പറഞ്ഞത് ഏതിന് ആൻസറാണ്? നമ്പർ 1 ആൻസറാണ്. നമ്പർ 1 ഒന്നുകൂടെ വായിച്ചു നോക്കാം. നമ്പർ 1 എന്നിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ നോട്ട് ഇപ്പോൾ എഴുതാണ്. സജസ്റ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ദാറ്റ് PSO പോസ്കോ ലിമിറ്റഡ് ഷുഡ് മാനുഫാക്ചർ ചെയ്യണോ പർച്ചേസ് ചെയ്യണോ ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സജഷൻ എന്താ? വേണമെങ്കിൽ ഇങ്ങനെ 2 എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. കൺക്ലൂഷൻ എഴുതല്ലേ? കൺക്ലൂഷൻ എഴുതല്ലേ? ഏതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ഒരു ഇതായിട്ട് എഴുതി വെക്കാം, ചാർട്ട് പോലെ. ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് ഉള്ളത്? സിം സാം. പിന്നെ അടുത്ത ഏതാണ്? ബോൺ. ഓക്കെ അല്ലേ? സിംസാമിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതാ? മെയ്ക്ക് ഓർ ഏതാണ്? ബൈ. ഓക്കെ അല്ലേ? നമ്മൾ തീരുമാനിച്ചു എന്താണ്? ബൈ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഡിസൈഡ് ചെയ്ത് എന്താണ് എഴുതാം? ഡിസൈഡഡ് ടു ഏതാണ്? മെയ്ക്ക്. ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ. ബോൺ ഒരേ ഒരു ഓപ്ഷനുള്ളൂ. ഏതാണ്? മെയ്ക്ക് അല്ലേ? അല്ലടാ മക്കളെ? ഓക്കെ, എഴുതിയാ? ഇനി അടുത്ത പോയിന്റ്, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. എന്നിട്ട് എഴുതാം. ബോൺ ക്യാൻ പ്രൊഡ്യൂസ് if Zimzam is not produced. നിലവിൽ ഇപ്പോൾ ഏതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സിംസാമാണ് എന്ന് വിചാരിച്ചിട്ട് പ്രോഫിറ്റബിളായ സാധനം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത എന്താണ്? ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ ഏതിലേക്ക് എത്തി? വി ഹാവ് ടു ഡിസൈഡ് അല്ലെങ്കിൽ വി ഹാവ് ടു റാങ്കിങ് ദ പ്രൊഡക്റ്റ്. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? We have to ranking the product. Rank 1, 2 ആർക്കാ? ബോൺ. സോ പ്രൊഡ്യൂസ് ഏതാണ്? ബോൺ ഫസ്റ്റ്. If there is remain any mission hour, then produce ഏതാണ്? Zimzam also. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മുകളിലത്തെ നമ്മളെ 1 ആയിരുന്നു കേട്ടോ. 1ൻ്റെ കൺക്ലൂഷൻ ആയിരുന്നു. ഞാൻ ഇതാക്കിയാണ് കൺക്ലൂഷൻ 1ൻ്റെ അല്ല മക്കളെ, 2ൻ്റെ കൺക്ലൂഷൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ആരുടെയൊക്കെ പ്രോഫിറ്റ് കാണാം? ബോണ്ടി പിന്നെ ഏതാണ്? സിംസാമിൻ്റെ. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞുള്ളത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ലിമിറ്റ് അണ്ടർ ദ 1 എബോ. അല്ല മക്കളെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ പോരെ? സിംസാം. പിന്നെ അടുത്തേതാ? ബോൺ. ഓക്കെ അല്ലേ? പറ മക്കളെ, സിംസാം എത്ര യൂണിറ്റാണ്? യൂണിറ്റ് ടു ബി സോൾഡ് എത്ര യൂണിറ്റാ? 667. മറ്റേ എത്രയാണ്? 10,000. നമുക്കിനി കുറേ സാധനം വേണ്ടല്ലോ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അറിയില്ലേ? അപ്പോൾ ഏത് കണ്ടാൽ മതി? ആദ്യം ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാം. പറയും എത്രയാണ് സിംസാമിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളത്? നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് തൊട്ട് മുൻപേ. സിംസാമിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 250 അല്ലേ? അല്ല മുത്തുമണികളെ? അപ്പോൾ 667 ഇൻറ്റു 250 എത്ര വരും? ഒരു 1,66,700. മറ്റേത് എത്രയാ? 667 667 ഇൻറ്റു 250
എന്നിട്ട് 10,000 ഇൻറ്റു അതിൻ്റെ എത്രയാണ് 254. 25,40,000. ഓക്കെ അല്ലേ? അടുത്ത ഫിക്സഡ് കോസ്റ്റ് ശ്രദ്ധിച്ച് പറയണം. ഫിക്സഡ് കോസ്റ്റ് ഇതിൽ നിന്ന് വേറെ ഇട്ടിട്ട് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താ? പ്രോഫിറ്റ് ഓഫ് ആരുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്? വായിച്ചോ. പോസ്കോ. അഥവാ ഇന്ന യൂണിറ്റിൻ്റെ ഇന്ന പ്രൊഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല, മൊത്തം കമ്പനിയുടെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് 1,66,750. അപ്പോൾ എത്ര വരും? 27,67,50. എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത്? ഇനി 2,40,000 അല്ലേ? ദ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ്? 2,40,000. ഓക്കെ അല്ലേ? അല്ലേ? എത്ര വരും? 24,66,750. ഇനി എന്തെങ്കിലും ഇല്ലല്ലോ? എഴുതിയാ ചെറു ബ്രേക്ക് ആക്കാം അല്ലേ? അല്ലേ? നമ്മൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് പറയുമ്പോൾ ഒരു പ്രോഫിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്ക്. ഹലോ, ശ്രദ്ധിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. സിംസാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 667 അല്ലേ? പക്ഷെ സിംസാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വരെ വിൽക്കാൻ പറ്റും? സിംസാമിന് എത്ര യൂണിറ്റ് പുറത്ത് വിൽക്കാൻ പറ്റും? 8,000 വരെ വിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിംസാമിന്റെ പുറത്തുനിന്ന് മേടിച്ച് വിറ്റുകൂടെ? അതും കൂടെ ഇതിൽ നോക്കാലോ. ഇതിലിപ്പോ സിംസാമും ഇതും മേക്ക് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ആണ് പറഞ്ഞത്. ഇതേ സിംസാം എന്ന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യാം? വിൽക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കണം. എവിടെ വായിക്കണം? ക്വസ്റ്റ്യനില് ഫസ്റ്റ് ടേബിൾ കഴിഞ്ഞ് സെക്കൻഡ് പാരഗ്രാഫ് വരുന്നില്ലേ? പിന്നീട് അതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ? SB ലിമിറ്റഡ് എ ക്വാളിറ്റി സപ്ലയർ ഓഫ് ദ പ്രൊഡക്റ്റ്. അങ്ങനെ പറഞ്ഞാൽ ഏത്? സിംസാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്നിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി സപ്ലയർ ആണ്. അയാൾ നമുക്ക് 3,000 യൂണിറ്റ് വരെ എത്ര രൂപയ്ക്ക് തരാൻ തയ്യാറാണ്? 620. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത് മേടിച്ചങ്ങ് വിറ്റൂടെ? അപ്പൊ ഇത് തെറ്റൊന്നുമില്ല, ഇതുവരെ കറക്റ്റ് ആണ്. പക്ഷെ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് കമ്പനി കാണുമ്പോൾ ഏതും കൂടെ നോക്കണം. ആഡ് പ്രോഫിറ്റ് ഫ്രം സിംസാം. അത് എങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റാ? പർച്ചേസ്ഡ് എവിടുന്നാ? ഫ്രം കമ്പനിയുടെ പേര്, ഔട്ട്സൈഡ് അല്ലെങ്കിൽ കമ്പനിയുടെ പേരെന്താ? SB ലിമിറ്റഡ് എന്ന് എഴുതാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് എത്ര യൂണിറ്റാ പർച്ചേസ് ചെയ്യാം? എക്സ്ക്യൂസ് മീ, എത്ര യൂണിറ്റാ പർച്ചേസ് ചെയ്യാം? 3,000. എത്ര രൂപ വെച്ച് ഒരെണ്ണത്തിന്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. പ്രോഫിറ്റ് ഡയറക്റ്റ് കാണാം. എന്ത് ചെയ്യാം? 700 രൂപയ്ക്ക് വിൽക്കൂലേ നമ്മള്? എത്ര രൂപയ്ക്ക് മേടിക്കും? 620. ഓക്കെ അല്ലേ? അപ്പൊ എത്ര പ്രോഫിറ്റ് കിട്ടും? 4,000-3,000 സംതിങ് അല്ലേ? 620 അല്ലാതെ ഇനി ഇതുണ്ടാ ഫിക്സ്? സിംസാം SB എന്ന് മേടിക്കുമ്പോൾ 60 റുപ്യ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ 620 പ്ലസ് എത്രയാ? 60. ഇത്രയാണ് ചെലവ് വരിക. 620 പ്ലസ് 60
680. അപ്പോൾ 20 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ 3000 യൂണിറ്റിന്. അപ്പോൾ 20 × 3000 എത്ര വരും? 60000 വരും. അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ആൻസർ കീഴിൽ എത്തുള്ളൂ. അത് തന്നെയാണ് കൂടുതലും ലോജിക്കലായിട്ടുള്ള സാധനം. 25,26,750. കാരണം നമുക്ക് ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. നമുക്ക് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് കൂട്ടല്ലേ വേണ്ടേ? അല്ലേ? നമുക്ക് 8000 വരെ വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി അല്ല, സെയിൽസിൻ്റെ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ നമ്മുടെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 667. അപ്പോൾ ഇനിയും എത്ര ഉണ്ട്? അത്യാവശ്യം യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അടിയിൽ വേറൊരു ഓപ്ഷൻ പറയുന്നുണ്ട്, 3000 യൂണിറ്റ് എവിടുന്ന് മേടിക്കാൻ പറ്റും? ഡി ലിമിറ്റഡിൽ നിന്ന് മേടിച്ച് വെക്കാം. മേടിച്ചിട്ട് 60,000 കൂടെ പ്രോഫിറ്റ് വിടാൻ. ടോട്ടൽ മൊത്തം 25,26,750 രൂപ. 4A മക്കളെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. RNS Limited, a manufacturing company, has introduced a new product. And marketed. എത്ര യൂണിറ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്? 20,000 യൂണിറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അല്ല, വാരിയബിൾ കോസ്റ്റും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 24 അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? സെല്ലിംഗ് പ്രൈസ് അങ്ങനെ 24 സോറി, വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ്, അങ്ങനെ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണ്ടേ? അറിയില്ല. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉള്ളത്? 3,20,000. ഇനി എന്തൊക്കെ കാണാൻ പറഞ്ഞുള്ളത്? നമ്പർ 1 എന്താ? അനലൈസ് ദ BEP ഇൻ ക്വാണ്ടിറ്റി, മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് വരയ്ക്കണം? ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ പോകണം. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത് കാൽക്കുലേറ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇഫ് പ്രോഫിറ്റ് എത്ര? 64,000. സിമ്പിൾ അല്ലേ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ കണ്ട പരിപാടി കഴിയും. പിന്നെ സെല്ലിംഗ് പ്രൈസ് പിന്നെ നമുക്ക് വായിക്കാം. ഇതൊന്ന് പെട്ടെന്ന് ചെയ്തു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 4A അല്ലേ മക്കളെ? ചെയ്യട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നു. എത്രയാ? സെയിൽസ്. നിങ്ങളൊന്ന് ലൈറ്റ് ആവുന്നിങ്ങനെ. എത്രയാണ് സെയിൽസ് വരുന്നത്? അറിയാം അല്ലേ? എന്തറിയാം? മൈനസ് ബാക്കി വാരിയബിൾ കോസ്റ്റ് അറിയില്ലേ? 20 പെർ യൂണിറ്റ് അത് അറിയാം അല്ലേ? 20,000 ഇൻറ്റു എത്രയാ? 20. അപ്പോൾ എത്ര വരും? ഇത് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ആട്ടോ. ഏതാണ്? ബാക്ക്വേർഡ് കാൽക്കുലേഷൻ. 20,000 ഇൻറ്റു 20 40 അല്ലല്ലോ, 4 lakh അല്ലേ? 4 lakh. ഓക്കെ. പിന്നെ ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ? എത്ര കിട്ടും? അറിയില്ല. മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് അതറിയാം. എത്രയാ? 3,20,000. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് അറിയില്ലേ? പ്രോഫിറ്റ് തന്നിട്ട് എത്രയാ? 20,000 ഇൻറ്റു ഒരെണ്ണത്തിന് എത്രയാ? 4 രൂപ. അപ്പോൾ എത്ര വരും? 80,000. സിമ്പിൾ. ഇനി തിരിച്ചു പോലെ ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ 4 ലക്ഷം എന്ത് വരും? 3,20,000 80 അല്ല 4 അല്ല വരാം. 4 ലക്ഷം എന്ത് വരും? കോൺട്രിബ്യൂഷൻ വരും. അപ്പോൾ സെയിൽസ് 40 ലക്ഷം ഇവിടെ കിട്ടണമെങ്കിൽ എത്ര വരും? 44 അല്ലേ? സോറി 40 ലക്ഷം. ഓക്കെ സോറി 8 lakh. 4 ലക്ഷമാണ്. 4 തന്നെയാണ്. പക്ഷെ എഴുത്തിങ്ങനെ വലുതായപ്പോൾ എന്ത് ചെയ്ത്? 40. 8 ലക്ഷമാണ് ബാലൻസ് ഫിഗറായിട്ട് എന്ത് വരാം? സെയിൽസ് വരാം. ഓക്കെ അല്ലേ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? 8 ലക്ഷം ഡിവൈഡഡ് ബൈ 20,000 40. ഓക്കെ. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? സ്മൂത്തായിട്ട് പോകും. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു?
ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാം അല്ലേ? കണ്ടൂടെ? ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് അറിയാം 3,20,000. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇപ്പോൾ അറിയും 40 മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയായിരുന്നു? 20 അല്ലേ? അപ്പോൾ എത്ര വരും? 20 വരും. ഓക്കെ ആണോ? ഹൗ മച്ച്? 16,000 യൂണിറ്റ്. ഓക്കെ അല്ലേ? അതിന് റുപ്പീസിലാക്കണമെങ്കിൽ എന്താണ്? റുപ്പീസ് 16,000 ഇൻറ്റു എത്രയാ? 40. 6,40,000. നമ്മുടെ ഇത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്വാണ്ടിറ്റിയിലാണ്, ആവശ്യമില്ല. ഓക്കെ, അടുത്തേതാ? മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടൂടെ? പ്രോഫിറ്റ് അറിയുന്നല്ലേ? ഓക്കെ, അപ്പോൾ എന്താ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഏതടിച്ചാൽ മതി? പി വി റേഷ്യോ. എത്രയാ? 80,000 പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ കണ്ടൂടെ? എത്രയാ? 20 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100 എത്രയാണ്? 50%. 1,60,000 വരും. ഏത്? മാർജിൻ ഓഫ് സേഫ്റ്റി. അല്ലെങ്കിൽ എങ്ങനെ കാണാം മാർജിൻ ഓഫ് സേഫ്റ്റി? ആക്ച്വൽ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്താലും മതി? ബ്രേക്ക് ഇവൻ സെയിൽസ്. ആക്ച്വൽ സെയിൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 8 ലക്ഷം മൈനസ് 1,60,000 അല്ല 6,40,000. അപ്പോഴാണ് കിട്ടുന്നതാണ് എന്ത്? 1,60,000. ഓക്കെ, ക്ലിയർ? അടുത്തൊരു സാധനം കൂടി ഉണ്ട്. ഏതാ മക്കളെ? ഞാൻ കാത്തിരിക്കുന്നില്ല, സ്പീഡാക്കി പറയുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഏതാ? മൂന്നാമത് ഏതാ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ്. എന്ത് ചെയ്ത്? സെല്ലിംഗ് പ്രൈസ് റിഡ്യൂസ്ഡ് ബൈ എത്രയാണ്? 10% കുറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടാവുക? സെല്ലിംഗ് പ്രൈസ് 40 നിന്നും എത്ര കുറഞ്ഞു? -10%. 4 കുറഞ്ഞ് എത്രയായി? 30. സെക്കൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സെക്കൻഡ് ഇവിടെ ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ട്. ഇതാ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് ഇക്വേഷൻ അടിച്ചാൽ മതി? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. 64,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 50%. എത്ര വരും? 1,28,000. ഓക്കെ, ഗ്രേറ്റ്. അടുത്ത തേർഡിലേക്ക് വരാം. അപ്പോൾ 36 ആയില്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തേതാ? ആ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് 10% കൂടി. ഡിമാൻഡ് എത്രയായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? ഡിമാൻഡ് ഇൻക്രീസ്ഡ് ബൈ 5,000 എന്നാണ് പറഞ്ഞു. ബൈ എത്രയാണ്? 5,000. അങ്ങനെ പറഞ്ഞാൽ ടോട്ടൽ അപ്പോൾ എത്ര ആവും? 25,000 ആവും. മനസ്സിലായില്ലേ? അനലൈസ് ദി ഇമ്പാക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാലും മാർജിൻ ഓഫ് സേഫ്റ്റിയും പ്രോഫിറ്റിലും ബി ഇ പിയിലൊക്കെ എന്ത് മാറ്റമുണ്ടോ? അപ്പോൾ നമുക്ക് മാർജിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാൽ ഒന്ന് ക്ലിയർ പിക്ചർ കിട്ടും. സെയിൽ ഇപ്പോൾ എത്രയാണ്? 25,000 ഇൻറ്റു 36 എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 9 ലക്ഷം മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മാറില്ലല്ലോ. 25,000 മാറുന്നതായിട്ട് ക്വസ്റ്റിൽ പറയുന്നില്ലല്ലോ. അപ്പോൾ 25,000 ഇൻറ്റു എത്രയാണ്? 20 അല്ലേ? എത്ര വരും അപ്പോൾ? 5 ലക്ഷം. അപ്പോൾ 9 ലക്ഷമാണ് എന്ത് വരാം? 4 ലക്ഷമാണ് എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ വരാം. മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് മാറ്റങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. 3,00,000 എത്രയാണ്? 20,000. അപ്പോൾ പ്രോഫിറ്റ് എത്ര തന്നെ? 80,000. മുന്നേ പ്രോഫിറ്റ് എത്രയായിരുന്നു? ആണല്ലായിരുന്നു? ഓക്കെ അല്ലേ? യെസ്, സെയിം. ക്ലിയർ? എന്താ കാര്യം ഉണ്ടായി? വല്ല കാര്യമുണ്ടോ? കുറച്ചിട്ട് ഉണ്ട്, കാര്യമുണ്ട്. സാധനം വിറ്റുപോകാനുള്ള സാധ്യത എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? വേറെ ഡിസിഷനൊന്നും പറയാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒബ്സർവേഷൻ. 3 ഇനി കഴിഞ്ഞിട്ടില്ല. ഇതിലെന്തൊക്കെ പ്രോഫിറ്റിൻ്റെ വ്യത്യാസം പറഞ്ഞു. പ്രോഫിറ്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, പ്രോഫിറ്റ് റിമെയിൻ എന്താണ്? അൺചേഞ്ച്ഡ്. മാറ്റങ്ങളൊന്നും പ്രോഫിറ്റിലുണ്ടാവില്ല. അടുത്ത പറയുന്നത് ഏതാണ്? ബ്രേക്ക് ഇവൺ പോയിന്റിന് എന്തുണ്ടാവും? ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ? 3,20,000. പി വി റേഷ്യോ മാറുമോ? ഇല്ലല്ലേ? ഒന്ന് വെറുതെ കണ്ടോക്കാം. പി വി റേഷ്യോ എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എത്രടാ?
36 മൈനസ് 20 അല്ല എത്രയാ 16 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 100 44.44%. ഓക്കെ അല്ലേ? മാറൂലടാ. അത് മാറിയാൽ ഫിക്സഡ് കോസ്റ്റ് 3 ലക്ഷത്തി എത്രയാണ് 20,000 തന്നെ ഡിവൈഡ് ബൈ 44.44%. 3,20,000 ഡിവൈഡ് ബൈ 720. ഇതാണ് യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ അതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് എത്ര വരുന്നതായിരിക്കും? 44 പോയിന്റ് സംതിങ് അല്ലേ? 3,20,000 ഡിവൈഡ് ബൈ 7,20,000. ഓക്കെ അല്ലേ? ഞാൻ ഈ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താ യൂണിറ്റിൽ എന്ന് പറഞ്ഞിട്ടാ ഉണ്ട് ഡിവൈഡ് ബൈ എത്രയാ 36 20,000. അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. യൂണിറ്റിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻ യൂണിറ്റ് ഏതാ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 36 മൈനസ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരെ അല്ലേ? 20,000 കിട്ടില്ലേ? ക്വസ്റ്റ്യൻ എടുക്കാം. എടുത്തില്ലേ? 4B ഏതന്നെയാണ് കോൺസെപ്റ്റ്? മാർജിനലല്ലേ? കുറെ എക്സ്പോർട്ട് ഓർഡർ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സിമ്പിൾ സാധനമാണ്. നത്തിങ് ഗ്രേറ്റ്. വി ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്. നിലവിൽ 80% കപ്പാസിറ്റിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. സ്പീഡ് ആക്കുന്നുണ്ടേ. എത്ര ശതമാനം? 80%. അപ്പോൾ സെയിൽസ് എത്ര വരും? 48 ലക്ഷം. ഡയറക്റ്റ് മെറ്റീരിയൽ ഒന്നുണ്ട്, ലേബർ ഒന്നുണ്ട്, വാരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്. വേണമെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് കണ്ടെത്താം. ഓക്കെ അല്ലേ? യെസ്. എത്ര വരും പ്രോഫിറ്റ്? പ്രോഫിറ്റ് പ്ലീസ്. $5 lakh. Okay, that's all. Then question വായിക്കണം. വൃത്തിയിൽ വായിക്കും. And export order has been received. Would utilize half of the capacity of the factory. ഹലോ. ഇപ്പം നിലവിൽ എത്ര കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നു മക്കളെ? 80 അല്ലേ? അപ്പം ഇനി എത്രയാണ് റിമെയിൻ ചെയ്തിട്ടുള്ള കപ്പാസിറ്റി? 20 അല്ലേ? പക്ഷെ നമ്മുടെ അടുത്ത് പറയുന്നത് ഒരു ഓർഡർ വന്നു. ഫോർ എക്സാമ്പിൾ, എക്സ്ക്യൂസ് മീ, നമ്മുടെ മൊത്തം കപ്പാസിറ്റി, TV മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. നമ്മുടെ 100% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര TVയാ? പറയൂ. 100 1000 TV. റോഡിലുണ്ട് 1000 TV. ഞാൻ എഴുതിയ എക്സാമ്പിളാണ്. നിലവിൽ എത്ര TVയാണ് കറണ്ട്ലി അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 800 TVയാണ്. ഓക്കെ അല്ലേ? ബാലൻസ് എത്ര ഫ്രീ ആയി എടുക്കുന്നുണ്ട്? 200 TV ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ 20%. ക്ലിയർ ആണോ? അപ്പോഴാണ് ആര് വിളിക്കുന്നത്? ഒരാൾ വിളിക്കുന്നത്. എവിടുന്നോ? പുറത്തുനിന്ന്. എക്സ്പോർട്ട് ഓർഡർ അല്ലേ? ഓക്കെ അല്ലേ? ജപ്പാനിലാണ് വിളിക്കുന്നത്. ജപ്പാനിൽ മറ്റേ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് എന്ത് ചെയ്യുക? മണൽ വരുന്ന പോലെ എവിടേക്ക്? ജപ്പാനിലേക്ക് ഇവിടുന്ന് TV ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പൊ ജപ്പാനിലൊരു ടീം പറയുന്നത് ഞങ്ങൾക്ക് എത്ര വേണമെന്നാണ്? 500 TV വേണമെന്നാ. ഹൗ ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടില്ലേ? 50% ഓഫ് കപ്പാസിറ്റി. ക്ലിയർ? പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ 800 TV അല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ മുത്തുമണികളെ? അപ്പോൾ ഇയാളെ മീറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ എത്ര TV ഉണ്ടാക്കണം? 1300 TV വേണ്ടേ? 1300 TV എന്ന് പറഞ്ഞാൽ എത്ര ശതമാനത്തിലേക്ക് പോകണം? 130%. അപ്പം നിലവിൽ എത്രയേ ഉള്ളൂ?
100 അല്ലേ, 100, 1000. ഇനി എത്ര കൂടെ എക്സ്ട്രാ ഉണ്ടാക്കണം? 300 യൂണിറ്റ്, വിച്ച് മീൻസ് എത്രയും 30%. ഓക്കെ അല്ലേ? ഇനി യൂണിറ്റ് ഒന്നും വേണ്ട, പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞാലും പോരെ. അങ്ങനെ പറയാം. എത്രയാ? 100%. 100 TV 80 TV ഉണ്ടാക്കുന്നു വിൽക്കുന്നു. ഒരാൾ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾക്കൊരു 50 TV തരാൻ പറ്റുമോ? അപ്പോൾ ടോട്ടൽ എത്ര TV ആവും? 80 നാട്ടിൽ വിൽക്കുന്നതും പിന്നെ 50 പുറത്തേക്കുള്ളതും കൂടെ 130 TV, വിച്ച് ഈസ് ഈക്വൽ ടു 130%. To meet this export order, we have to increase our capacity. എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം? 30%. ഇതാണ് ഓരോ ഓപ്ഷൻ ഉള്ളത്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അടുത്തേതാ? The order cannot be split. That is, either it is to be taken in full and execute 10% below the normal domestic price, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? അപ്പം ഞാൻ പറഞ്ഞത്, ചങ്ങായി നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എത്രയാണ്? 80% പോകുന്നത്. ഒരു 20% ഈക്വൽ ആയിട്ടുള്ള യൂണിറ്റ് തന്നാൽ മതി എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് പറ്റൂല, ഞങ്ങൾക്ക് തരികയാണെങ്കിൽ എത്ര വേണം? 50%. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നോർമൽ പ്രൈസിന് അവർ മേടിക്കൂല, നോർമൽ പ്രൈസിനേക്കാൾ 10% കുറയും, വിച്ച് മീൻസ് ഇവിടെ 100 രൂപയാണെങ്കിൽ എക്സ്പോർട്ട് എത്രയാ? 90 എന്നുള്ളത് മറ്റൊരു പോയിന്റ്. ദ ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു ദ മാനേജർ. 3 ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താ? ഓർഡർ റിജക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പം നിലവിൽ എത്ര ശതമാനമാണ് ഡൊമസ്റ്റിക് ഉള്ളത്? 80% കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എത്രയാ? 5 ലക്ഷം. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാം. അറ്റ് പ്രസന്റ് ലെവൽ ഓഫ് ദ സെയിൽസ്. ഒന്നത്. രണ്ടാമത്തേതാണ് അക്സെപ്റ്റ് ദ ഓർഡർ, സ്പ്ലിറ്റ് ദ കപ്പാസിറ്റി 100% ബിറ്റ്വീൻ ഓവർസീസ് ആൻഡ് ഏതാണ്? ഡൊമസ്റ്റിക് സെയിൽസ് ആൻഡ് ടേൺ അവേ എക്സസ് ഡൊമസ്റ്റിക് ഡിമാൻഡ്. വാവ്, എന്താ പോയിന്റ്? 100% ഉള്ളൂ. നമുക്കൊരു തീരുമാനം എടുക്കാം. എന്തായാലും വേണ്ടില്ല. അയാൾക്ക് കൊടുക്കാനുള്ള 50 അല്ലേ? അത് കൊടുക്കാം. അപ്പം അവിടെ 100 എത്ര ഉണ്ടാവും? 100 50 കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 50. 100 TV നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് 50 TV ആർക്ക് കൊടുക്കും? എക്സ്പോർട്ട് ചെയ്യും. ബാക്കി എത്ര ഉള്ളത്? 50 TV. ശരിക്കും നാട്ടിൽ എത്ര TV വേണം? 80 TV വേണം. 30 TV എന്ത് ചെയ്യാം? വേണ്ടെന്ന് വയ്ക്കാം. അതോ നാട്ടിൽ 30 TV വിൽക്കണ്ടെന്ന് തീരുമാനിക്കാം. ഇതാണ് അടുത്ത ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ വായിച്ചാൽ അക്സെപ്റ്റ് ദ ഓർഡർ. അങ്ങനെ പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റി ഓർഡർ ചെയ്യണം? 50. സ്പ്ലിറ്റ് ദ കപ്പാസിറ്റി 100 ബിറ്റ്വീൻ ഓവർസീസ് ആൻഡ് ഏതാണ്? ഡൊമസ്റ്റിക്. അപ്പോൾ ഓവർസീസിന് 50 അവർ ഹാപ്പി. നാട്ടിലല്ലേ നമുക്ക്, ഓവർസീസിലെ ആളുടെ അടുത്തല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പകുതിയാക്കാൻ പറ്റത്തുള്ളൂ. നാട്ടിലത്തെ കാര്യം നമുക്ക് തീരുമാനിക്കാമല്ലോ. അതൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ നമ്പർ 2. ലാസ്റ്റ് ഓപ്ഷൻ ഏതാ? ഒരു പണിതൂടെ, കപ്പാസിറ്റി കൊണ്ട് കൂട്ടിക്കൂടെ? അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ 80 എക്സ്പോർട്ട് എത്രയാ? 50. അങ്ങനെ 130 ആക്കി കഴിഞ്ഞാലും സെറ്റാണ്. ഓക്കെ ആണോ? ഇങ്ങനെ 3 സിറ്റുവേഷനാണ് നമുക്കുള്ളത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ, സിമിലർ സാധനം തന്നെ ഇവിടെ ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതാ? 4B. സെറ്റല്ലേ? 3 സിറ്റുവേഷനാണുള്ളത്. ഓക്കെ, വേറെ അല്ല ക്വസ്റ്റ്യൻ വായിക്കണ്ട. ഏതാ? വെറുതെ അല്ല പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോ. എന്നുള്ള പോയിന്റ് എന്താ? ബൈങ് ആൻ ഇക്വിപ്മെന്റ് ദാറ്റ് വിൽ ഇൻക്രീസ് കപ്പാസിറ്റി ബൈ എത്രയാണ്? 10%. വാവ്. ഒരു ഇക്വിപ്മെന്റ് മേടിക്കുക. അപ്പൊ 100 ഉള്ളത് എത്രയാവും മക്കളെ? 10% കൂടിയിട്ട് എത്രയാവും? 110 ആവും. അപ്പോഴും പോരല്ലോ, 100 രൂപ വേണ്ടേ? ഓക്കെ, ദിസ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസിങ് 1,50,000 ഇൻ ഫിക്സഡ് കോസ്റ്റ്. ഇതിപ്പോ ഏത് സിറ്റുവേഷനിലാണ് വരുള്ളൂ? ലാസ്റ്റ് സിറ്റുവേഷനിൽ. എത്രയിൽ? 130യുടെ കാര്യത്തിൽ. അപ്പൊ അടുത്തൊരു ചോദ്യം, ഇനി കുറവുണ്ടല്ലോ, 20%, 130 മീറ്റ് ചെയ്യാൻ വേണ്ടേ? മക്കൾ ആദ്യത്തെ സിറ്റുവേഷൻ 80% പോവാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വായിക്കണോ? വേണ്ട. രണ്ടാമത്തെ ഏതാണ്? 100% ആവുക. 50 എക്സ്പോർട്ട് ചെയ്യുക, 50 നമ്മൾ ഇതാക്കുക, 30 നമ്മൾ എന്ത് ചെയ്യുക? സാക്രിഫൈസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ കേസ് 150 ആക്കുമ്പോഴാണ് എന്ത് വരിക? 130 ആക്കുമ്പോഴാണ് 100 ഉള്ളത് 10% കൂട്ടി 110 ആയി. ഇനി ബാക്കിയുള്ള 20% അല്ലേ? ആ 20%-ന് അവരെന്ത് ചെയ്താൽ മതി? വർക്ക് ഓവർ ടൈം
ടു മീറ്റ് ദ ബാലൻസ് ലിക്വിഡ് കപ്പാസിറ്റി. ഇൻ ദാറ്റ് കേസ് ലേബർ വിൽ ബി പെയ്ഡ്. അപ്പോൾ ലേബറിന് എന്ത് ചെയ്യണം? കൂടുതൽ കൊടുക്കേണ്ടി വരും. ₹1 ഉള്ളടുത്ത് 1 പോയിന്റ് എത്ര കൊടുക്കണം? 5 times ഓഫ് ദ നോർമൽ വേജ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, സെറ്റ്. അടിപൊളി സാധനം. എന്തെങ്കിലും കൂടിയില്ല. 3 കോളംസൊക്കെ സെറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കണ്ട, വായിച്ചാൽ മതി. എത്രയാണ് വേഗം പറയും. മക്കളെ ഫസ്റ്റ് ഏതാ? ഓൾട്ടർനേറ്റീവ് 1, പിന്നെ ഓൾട്ടർനേറ്റീവ് 2, ഓൾട്ടർനേറ്റീവ് ഏതാണ്? 3. പറയട്ടെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് എഴുതാം അല്ലേ? അല്ല, ഓൾട്ടർനേറ്റീവ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 80% വർക്ക് ചെയ്യാം അല്ലേ? അല്ലേ അറ്റേതാണ്? എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി. ഞാൻ ഇവിടെ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ എഴുതിയൊക്കെ നിൽക്കണ്ട, ഒന്ന് ചെയ്തായിക്കളാം. എന്നൊരു ഗ്യാപ്പ് തരാം. ഞാൻ ഒന്ന് സ്പീഡിലേക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തുകൊണ്ട്, രണ്ടും കൂടെ നമുക്ക് നടക്കൂല്ലോ, പ്രയാസമില്ലേ? വേഗമാവട്ടെ. 80%. അടുത്തേതാ? 50% ഏതാ? ഡൊമസ്റ്റിക്. പിന്നെ 50% ഏതാ? എക്സ്പോർട്ട്, ഓവർസീസ് എക്സ്പോർട്ട്. അപ്പുറത്തേതാ? 80% ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജിലാണ്? 100%. ഇവിടെ 50% ഏതാണ്? എക്സ്പോർട്ട്. അപ്പോൾ എത്രയിൽ വർക്ക് ചെയ്യണം? 130% മതി. ഇതിങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടിയിൽ ഓരോന്ന് എഴുതാൻ വേഗം പറയും. ഫസ്റ്റ് വൺ ഏതാ? സെയിൽസ്. കാൽക്കുലേറ്റർ എടുത്ത് സെയിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഇത് എഴുതി വെക്കാനായിട്ട് നല്ലതാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരുമല്ലോ. എത്ര വരും? തന്നിട്ടുണ്ട് 48 ലക്ഷം അല്ലേ? എല്ലാത്തിൻ്റെയും സെയിൽസ് കാണല്ലേ? അപ്പുറത്തും 48 ലക്ഷം ആവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 80%-ല്ലേ 48. അപ്പോൾ ഡൊമസ്റ്റിക്കിന് എങ്ങനെ വരും? ഡൊമസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോ. 48 ലക്ഷം ഡിവൈഡഡ് ബൈ 80 × 50 എത്ര വരും? 30 lakh. അടുത്തത് 48 ലക്ഷം ഡിവൈഡഡ് ബൈ 80 × എത്രയാ? 50 ആണ്. പക്ഷെ എത്ര ശതമാനം കുറയ്ക്കണം? ഓക്കെ, അതിന് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ല ഞാൻ ഒരു പണി പറഞ്ഞു തരട്ടെ. എക്സ്പോർട്ടും ഇത് രണ്ടും 50 തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് 30 lakh അല്ലേ വരിക? അങ്ങനെ വിചാരിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. 10% എക്സ്പോർട്ടിന് കുറച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും? 27 ലക്ഷം. അങ്ങനെ ടോട്ടൽ സെയിൽസ് എത്ര വരും? ഇവിടെ 48 ലക്ഷം തന്നെയാണ്. 57 ലക്ഷം. ഓക്കെ ആണോ? അടുത്തേതാ? ലാസ്റ്റത്തെ 80%-ൻ്റെ അറിയാം നമുക്ക്. 80%-ൻ്റെ ഡൊമസ്റ്റിക്കിൻ്റെ നമുക്ക് അറിയാം. എത്രയാണ്? 48 lakh. ഇതന്നെയല്ലേ അത്? 48 lakh. ഇനി നമ്മൾ പെരിന്തൽമണ്ണയിൽ ചെയ്തല്ലത് ചെയ്തുള്ളതല്ലേ? ഓക്കെ. അടുത്തേതാണ്? എക്സ്പോർട്ട്. എത്രയാ? എക്സ്പോർട്ട് 27 അല്ലേ? അതിൽ മാറ്റം ചെലോ? ഓക്കെ, 27 lakh. അപ്പോൾ ടോട്ടൽ എത്ര വരും? 75 ലക്ഷം വരും. ഇനി വേഗം നോക്കി ക്വസ്റ്റ്യൻ നോക്കി ആക്റ്റീവാകും പെട്ടെന്ന്. കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് ഓരോ കോസ്റ്റുകൾ എടുത്ത് ഇതാക്കാം അല്ലേ? ഓക്കെ അല്ലേ? മൈനസ് ഏതാ? വേരിയബിൾ കോസ്റ്റുകൾ. ഫസ്റ്റത്തെ ഏതാ? ഡയറക്റ്റ് മെറ്റീരിയൽ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ വരും? മുന്നേ എത്ര ഉണ്ടായിരുന്നു? 15 ലക്ഷം അല്ലേ? ഇവിടെ 15 ലക്ഷം തന്നെ എഴുതട്ടെ. ഇനി ഇവിടുത്തെ എഴുതുമ്പോൾ എങ്ങനെയാണ്? 15 ലക്ഷം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് നോക്കിയാൽ പോരെ? 80 × ഏതാണ്? 100. അപ്പോൾ എത്ര വരും പറയും? 18 ലക്ഷത്തി. ഓക്കെ. അടുത്തത് എങ്ങനെയാ? ഇപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ എന്തുണ്ട്? 18,77,000 അല്ലേ? അത് ഏത് പെർസെൻറ്റേജിനാണ്? 100 അല്ലേ? അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 100 × 130 അടിച്ചാൽ പോരെ? എത്ര വരും? 24,37,500. ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാ? ഡയറക്റ്റ് ലേബർ. എത്രയാണ് ലേബർ ഉള്ളത്? 6 ലക്ഷം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കാൽക്കുലേഷൻ ഈസി അല്ലേ? അടുത്ത കേസിൽ എങ്ങനെയാ? 6 ലക്ഷം ഡിവൈഡഡ് ബൈ 80 × 100 എത്ര വരും? 7,50,000. ഓക്കെ അല്ലേ?
തീർച്ചയായിട്ടും 7,50,000 എത്ര? 50,000. അടുത്ത കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓവർ ടൈം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനൊരു വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് തിരിച്ചു വരാം. കാരണം എന്താ? 30% അല്ല, എത്ര ശതമാനത്തിനാ? 20% എന്തുണ്ട്? ഓവർ ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? വേജസ് ഇൻ ഏതാണ്? 130% വേജസ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്കറിയാം ഫോർ 100% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ? എത്രയാ? 7,50,000. ഇതാണല്ലോ 100%. ഓക്കെ ഓക്കെ, യെസ്, പ്രശ്നമില്ലല്ലോ. ഇനി എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നത് എവിടെയാണ്? 132. അതുപോലെ ലേബർ ഇതാക്കാണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ഒരു പഠിച്ച് എന്താ ഒരു 2,40,000 എന്ത് ചെയ്യുന്നുണ്ട്? മെഷീൻ മേടിച്ചിട്ട് അല്ലേ? സോറി, ഇതല്ല, 1,50,000 ആകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി എത്ര കൂടും? 10% കൂടും. അപ്പോൾ അതും ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ബാക്കിയുള്ളതിന് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചെല്ലാവരും മുത്തുമണികളെ കൊണ്ട് വായിക്കും. എന്താ? ബി വായിക്കും. വർക്ക് ഓവർ ടൈം ടു മീറ്റ് ബാലൻസ് ഓഫ് റിക്വയർഡ് കപ്പാസിറ്റി. ഇൻ ദാറ്റ് കേസ് ലേബർ വിൽ ബി പെയ്ഡ് എത്രയാ? ഓക്കെ, നോർമൽ ടൈം. അപ്പോൾ ഇതിൽ ഇനി ഇതങ്ങനെ ഫോർ 100% ഓക്കെ. ഇനി എന്തായാലും ശ്രദ്ധിക്കുക, ഒരു 10% അല്ലേ, അതിനെന്തായാലും കോസ്റ്റ് വേണ്ടേ? മെഷീൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ടല്ലോ, എന്നാലും ലേബറിൻ്റെ അവർ കൂടൂലേ? മനസ്സിലായ? 100%, 100 ഉണ്ടാക്കാനുള്ളത് ലേബർ പോരാ. അടുത്ത ഏതാണ്? 10 എക്സ്ട്രാ വരുന്നുണ്ട്, അതിനും വേണ്ടേ? അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ? 7,50,000 100 എത്രയാണ്? ഇൻറ്റു എത്ര? 10 വരും. അപ്പോൾ എത്ര വരും? 7,75,000. ഇനി അടുത്തില്ലേ ഫോർ 20%. സാറേ, സാറിന് മൊത്തം 30 കണ്ടൂടെ എന്ന് ചോദിക്കരുത്. കാരണം ഈ 10 ഏതാണ്? ഇവിടെ ഏത് റേറ്റാണ്? ഫസ്റ്റിൽ ഏത് റേറ്റാ? നോർമൽ റേറ്റ്. ഓക്കെ അല്ലേ? ഇതിന് ഏത് റേറ്റാ? നോർമൽ റേറ്റ്. ഇതിനേതാണ്? ഓവർ ടൈം റേറ്റ്. ഇതിന് ₹1 ആണെങ്കിൽ ഇതിന് എത്ര വരും? 1.5 വരും. അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷനാണ് 20% ഉള്ള കാൽക്കുലേഷൻ. എങ്ങനെ വരും? ഇതിനെന്തൊക്കെ ഉണ്ടാവും? നോർമലും ഉണ്ടാവും, പ്ലസ് ഏതുണ്ടാവും? ഓവർ ടൈം ഉണ്ടാവും. ഓക്കെ അല്ലേ? എങ്ങനെ കാൽക്കുലേഷൻ വരാം? നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലേ? 10% ഏത്? അപ്പോൾ 75,000 ഡിവൈഡഡ് ബൈ 10 × 20 അടിച്ചാൽ എന്ത് വരും? ഇൻറ്റു എത്ര അടിക്കണം? 1.5 അടിക്കണം. എത്ര വരും? 2,25,000. ഓക്കെ അല്ലേ? ഇനി ഇതിനോട് ഡിസ്കംഫേർട്ട് ഉള്ളവർക്ക് വേറെ മെത്തേഡ് പറയാം. 75,000 എങ്ങനെ കിട്ടിയേ? 7,50,000 ഡിവൈഡ് ബൈ ഏതാണ്? 100 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 1 യൂണിറ്റിൻ്റെ കിട്ടിയില്ലേ? ഇൻറ്റു എത്ര അടിക്കുക? 20 ഇൻറ്റു എത്രയാ? 1.5 അല്ലേ? സെയിം അല്ല കിട്ടുക? %, ഈ കാൽക്കുലേഷൻ ക്ലിയർ അല്ലേ? 10% ഈക്വലാണ് 75,000 എന്നുള്ളത്. അപ്പോൾ 20% ഈക്വൽ ആയിട്ടുള്ളത് ഇങ്ങനെ തന്നെയല്ലേ കാണാം? ഇതിലാർക്കൊരു പ്രയാസം ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയാൽ പോരാ? നോർമൽ റേറ്റ് കിട്ടിയാൽ പോരാ, ഏതും കൂടെ കിട്ടണം? ഓവർ ടൈം കൂടെ കിട്ടണം. അതുകൊണ്ടാണ് 1.5 ചെയ്തത്. ഇനി ഇത് വേറെ വേറെ ആയിട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ പറയാം, നോർമൽ ചെയ്യാം. ഓക്കെ അല്ലേ? നോർമൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ കണ്ടതുപോലെ ചെയ്യും. പറയും 75,000 പ്ലീസ് ഡിവൈഡഡ് ബൈ എത്ര എഴുതും? 10 ഇൻറ്റു എത്രയാ? 20. അപ്പം നോർമൽ കിട്ടും. ഇൻറ്റു എത്രയാ? ₹1 ആണല്ലോ നോർമൽ ഉണ്ടാവുക. എത്ര വരും? ഇതിങ്ങനെ കിട്ടില്ല കാൽക്കുലേറ്ററിൽ. ഇതാ 2,25,000 കിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണത്തിന് പകരം 1.5 ഇട്ട് ഓവർ ടൈം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം. എന്നിട്ട് പിന്നെ ഓവർ ടൈം വീണ്ടും എങ്ങനെ എഴുതാം?
75,000 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 20 ഇൻറ്റു എത്ര എഴുതാം? 0.5 എഴുതാം. അങ്ങനെ നോർമൽ പൈസയും ഓവർ ടൈമും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് ഒറ്റ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ബേസിക് മാത്സ്. ടോട്ടൽ എത്ര കിട്ടി പറയാം ആണെങ്കിൽ എത്ര വരും? ടോട്ടൽ ലേബർ എത്ര വരും മക്കളെ? ആകെ മൊത്തം ടോട്ടൽ 10,50,000. മുകളിൽ കൊണ്ടായിട്ട് എഴുതട്ടെ. 10,00,000 ഏതാണ്? 50,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? വേം പറയും. അടുത്ത ക്വസ്റ്റ്യൻ വേരിയബിൾ ഓവർ ഹെഡ്. കുഴപ്പമില്ലല്ലോ, എത്ര എമൗണ്ട് ഉള്ളത്? വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. 3 ലക്ഷം. പിന്നെ അടുത്ത് 3 ലക്ഷം ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. വേം പറയും. 3,70,50,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 130. 4,87,500. ഇത്രയും ലെസ് ചെയ്താൽ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ഒന്ന് ലെസ് ചെയ്ത് നോക്കുക കോൺട്രിബ്യൂഷൻ കിട്ടാൻ. ടോട്ടൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. പറയട്ടെ മക്കളെ. 24 ലക്ഷം, പിന്നെ 27 ലക്ഷം, 35,25,000. കറക്റ്റ് അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് ആണ് അടുത്ത്. ഫിക്സ്ഡ് കോസ്റ്റ് എടാ, ഫസ്റ്റത്തേല് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ? 19 ലക്ഷം. ഓക്കേണോ? രണ്ടാമത്തേലും ഫിക്സ്ഡ് കോസ്റ്റ് എത്ര തന്നെ വരും? 19. നമ്മുടെ കപ്പാസിറ്റി കൂടുമ്പോഴല്ലേ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുക. നോർമലി അങ്ങനെയാണ് വിചാരിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, 80,000 ഉള്ളത് 10,000 കൂടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സൂപ്പർവൈസറെയോ മാനേജറെയോ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടും. അതർവൈസ് എനിത്തിങ് മെൻഷൻ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് സെയിം. അപ്പുറത്ത് അങ്ങനെയല്ല. 19 ലക്ഷം പോരാ, പിന്നെന്തോ കൂടുന്നുണ്ട് അല്ലേ? എത്ര കൂടുന്നത്? 1,50,000. 19 ലക്ഷം പ്ലസ് 1.5 ലാക്ക് അല്ലേ? അല്ലടാ, അപ്പം 20 ലക്ഷത്തി എത്ര വരും? 50,000. ലെസ് ചെയ്താൽ നാം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഫസ്റ്റത്തേൻ്റെ പ്രോഫിറ്റ് പറയണ്ട, എനിക്കറിയാം, നിങ്ങൾക്ക് പറയാലോ. രണ്ടാമത്തെ 27 ലക്ഷത്തിൽ നിന്ന് 19 ലക്ഷം ലെസ് ചെയ്യും. 8 ലക്ഷം. 35,25,000 നിന്നും 20,50,000 ലെസ് ചെയ്യും. 14,14,000 14,70,000. ഓക്കെ, ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? 1 ആൾട്ടർനേറ്റീവ് അവൈലബിൾ ടു മാനേജ്മെന്റ്. നമ്മുടെ ഇത് എന്ത് പറഞ്ഞുള്ളത് ലാസ്റ്റ്? പ്രിപ്പയർ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതിന് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടാവും? 7 മാർക്കിൽ 5 കിട്ടുന്നുണ്ടാവും. 5 കിട്ടി. എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും? ധൃതി പിടിച്ചിട്ട് അടിയിൽ എഴുതേണ്ട കമന്റ് എഴുതാതെ വരും. അപ്പം എത്ര മാർക്ക് പോകും? 2 മാർക്ക് പോകും. അതിൽ തന്നെ 5 എഴുതിയാൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ശ്രദ്ധിക്കാത്തതിനോട് ചിലപ്പോൾ എന്ത് ചെയ്യും? 2 മാർക്ക് പോയി. ലാസ്റ്റ് കിട്ടുന്നത് എത്ര ആവും? 3 മാർക്കാവും. അപ്പം ഇതിൻ്റെ സജഷൻ എന്താ? നിങ്ങൾ എഴുതൂലേ? എന്താ? ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് എക്സ്പാൻഡ് ദ പ്ലാൻ ബൈ എത്രയാണ്? 30%. എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. ഇറ്റ് വിൽ ഗിവ് ദ ഹയസ്റ്റ് ഏതാണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ടൻ്റെ അടിച്ച പോളീസാണ്.